ആഴത്തിൽ വേരൂന്നിയ അതിന്റെ അടിത്തറയും ഒന്നും പരിശോധിക്കാൻ ഇതിലപ്പുറം എന്തൊരു തെളിവാണ് നമുക്ക് വേണ്ടത്? പ്രിയപ്പെട്ടവരെ, ജീവിതകാലത്ത് വേണമെങ്കിൽ ഈ ഒരു സ്വപ്ന ദർശനം വെച്ചുകൊണ്ട് കച്ചവടച്ചരക്കാക്കി ഒരുപാട് സമ്പാദ്യം ഉണ്ടാക്കാമായിരുന്നു ബഹുമാനപ്പെട്ട ഉസ്താദ് അവർക്ക്. പക്ഷേ അതിന് മുതിർന്നില്ലെന്ന് മാത്രമല്ല, വളരെ രഹസ്യമായി കൊണ്ടു നടന്നത് മരണാനന്തരമാണ് നമുക്ക് മുൻപിലേക്ക് അത് കാണാനുള്ള അവസരം ഉണ്ടാകുന്നത്. മാത്രമല്ല, രണ്ടാമതായി ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് പുത്തനഴിയിൽ വെച്ചാണ് എന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. മൂന്നാമതായി ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് പുത്തനഴിയിൽ വെച്ചാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാലാമതായി ഞാൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കണ്ടത് പുത്തനഴിയിൽ വെച്ചാണ് എന്ന് ബഹുമാനപ്പെട്ടവർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു ആ തിരുമുൾക്കാഴ്ച കണ്ടാസ്വദിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. എന്നിട്ട് ഉസ്താദ് അവിടെ കുറിച്ചു വെക്കുന്നുണ്ട്, അള്ളാഹുവിന്റെ പ്രവാചകരെ കണ്ട മാത്രയിൽ തന്റെ ഹൃദയത്തിന്റെ ഉൾക്കടമായ ആഗ്രഹം പോലെ അള്ളാഹുവിന്റെ തിരുപ്രവാചകരുടെ ആ തിരുശരീരത്തെ അവിടുന്ന് ആലിംഗനം ചെയ്യുന്നത്. എന്തൊരു സുഗന്ധമായിരിക്കും ആ ശരീരത്തിന്! ആ സുഗന്ധവും ആ പരിമളവും ആവോളം ആസ്വദിക്കാൻ നമുക്കിടയിൽ നിന്ന് നായകത്വം നൽകി മറഞ്ഞു പോയ ഒരു മഹാമനീഷിക്ക് അള്ളാഹു തൗഫീഖ് കൊടുത്തു. എന്നാൽ മാ അന അലൈഹിയിലേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു നേതാവ് നേതൃത്വം നൽകിയ പ്രസ്ഥാനത്തെക്കാൾ വെളിച്ചമുള്ള മറ്റേതൊരു പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ടവരെ മലബാറിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് ആത്മീയമായി നമുക്ക് നേതൃത്വം നൽകാൻ ഔന്നത്യമുള്ള ഒരു പ്രസ്ഥാനത്തെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയല്ലാതെ നമുക്ക് എടുത്തു പറയാനുള്ളത്. പിന്നെ പറയുന്നുണ്ട്, മറ്റൊരിക്കൽ ഞാൻ കണ്ട മാത്രയിൽ അള്ളാഹുവിന്റെ പ്രവാചകർ എന്നോട് പറയുന്നുണ്ട്, നിങ്ങൾ നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാക്കണം, തിന്മയിൽ നിന്ന് അകന്നു നിൽക്കണം, ഒരു വസിയ്യത്ത് പോലെ. അവസാനമായി കണ്ട രംഗം പറയുന്നുണ്ട്, എന്റെ മുൻപിലേക്ക് അള്ളാഹുവിന്റെ ഹബീബ് അവിടുത്തെ തിരുകരം നീട്ടിത്തന്നു. ഞാനതിങ്ങനെ വായിക്കുമ്പോഴും അത് പറയുമ്പോഴും ഒക്കെ മനസ്സിലേക്ക് ഓർമ്മ വരാറുള്ളത് ബഹുമാനപ്പെട്ട അഹ്മദുൽ കബീർ അർ-റിഫാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആ ഒരു ചരിത്രമാണ്. ഫീ ഹാലത്തിൽ ബുഅദി റൂഹി കുൻതു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നാഇബതി പറയുന്നുണ്ടല്ലോ. അല്ലാഹുവിന്റെ തിരുദൂതരുടെ വിശുദ്ധമായ ഹുജറത്തു ഷരീഫയിലെ മഖാമിന്റെ പരിസരത്ത് മുട്ടുകുത്തി നിന്നിട്ടാണ് കണ്ട സാക്ഷികളുടെ കൂട്ടത്തിൽ ഒരാൾ ബഹുമാനപ്പെട്ട ഗൗസുൽ ആലം ശൈഖ് മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളാണ്. അവർ പറയാണ്, മുട്ടുകുത്തി നിന്നിട്ടാണ് പറയുന്നത്, അള്ളാഹുവിന്റെ തിരുദൂതരെ, ഒരുപാട് വിദൂര ദിക്കിലായിരിക്കുമ്പോഴൊക്കെ എന്റെ ആത്മാവിനെ ഞാൻ അങ്ങയുടെ സവിധത്തിലേക്ക് പറഞ്ഞേക്കാറുണ്ട്. എന്തിനു വേണ്ടി? അങ്ങയുടെ വിശുദ്ധമായ കാൽപാദങ്ങൾ പതിഞ്ഞ, അങ്ങയുടെ പദപങ്കജം പതിഞ്ഞ ഈ മണൽത്തരികളെ ചുംബിച്ചുണർത്തുന്നതിന് വേണ്ടി ഞാൻ എന്റെ ആത്മാവിനെ പറഞ്ഞേക്കാറുണ്ട്. ഇതാ ഉടലോടെ വന്നിരിക്കുന്നു, അങ്ങയുടെ കൈയൊന്ന് നീട്ടിത്തന്നാൽ, തിരുകരമൊന്ന് നീട്ടിത്തന്നാൽ എന്റെ ചുണ്ടുകൾക്ക് സുഖമെടുക്കാമായിരുന്നു എന്ന് പറയുമ്പോഴാണ് അള്ളാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അഹ്മദ് കബീർ തങ്ങൾക്ക് കൈ ഉയർത്തി കൊടുക്കുന്നതും അവിടുന്ന് ചുംബിക്കുന്നതും. ആ ഒരു തനിയാവർത്തനമല്ലേ പുത്തനടിയിൽ വെച്ച് അള്ളാഹുവിന്റെ പ്രവാചകരെ തിരുദർശനം നടത്തിയ കുഞ്ഞാണി മുസ്ലിയാരുടെ മുൻപിലേക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ തിരുകരം നീട്ടിക്കൊടുക്കുമ്പോൾ നമ്മൾ കാണുന്നത് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറയാ, കൈ നീട്ടി തന്നപ്പോൾ ഞാൻ ആ കരം ചുംബിച്ചു. മതി വന്നില്ല. ആർക്കാ മതി വരിക? ആർക്കാ മതി വരിക? അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് തരട്ടെ. മതി വന്നില്ല. അപ്പോഴേക്ക് അള്ളാഹുവിന്റെ പ്രവാചകർ അവിടുത്തെ തിരുകരം വലിച്ചു. പിന്നെ അകലേക്ക് അങ്ങനെ മാഞ്ഞു പോയി എന്ന് പറഞ്ഞത് നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് നമുക്ക് നേതൃത്വം നൽകി 3-4 വർഷങ്ങൾക്ക് മുൻപ് ഒരു മുഹറം 10 വിട പറഞ്ഞു പോയ മഹാനായ കുഞ്ഞാണി മുസ്ലിയാരാണ്. ഈ കുഞ്ഞാണി മുസ്ലിയാരുടെ മാർഗമാണ് നിങ്ങൾ അവലംബിക്കേണ്ടത്, അല്ലാത്ത മാർഗങ്ങൾ മുഴുവനും വിട്ടേക്കൂ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു അവരുടെ പരലോക ദറജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അങ്ങനെയുള്ള മഹത്തുക്കൾ നേതൃത്വം നൽകിയ പ്രസ്ഥാനം. ആരാണ് സമസ്തയുടെ നേതൃത്വം? ആരാണ് 1400 വർഷക്കാലമായി ഉമ്മത്തിന് നേതൃത്വം നൽകുന്നത്? ആരാണ് ഇനി ഭാവിയിൽ ഈ ഉമ്മത്തിന് നേതൃത്വം നൽകേണ്ടത്? തർക്കവിതർക്കങ്ങൾക്ക് ഒരു പഴുതും നൽകാതെ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, തുമ്മ ഔറസ്നൽ കിതാബല്ലദീന ഇസ്തഫൈനാ മിൻ ഇബാദിനാ. നമ്മൾ എല്ലാവരും നേതാക്കളാണ് എന്ന് പറഞ്ഞ് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ കാണുന്ന
തൂവെള്ള വസ്ത്രം ധരിച്ചവർ, താടി നീട്ടി വളർത്തിയവർ, തലപ്പാവുധാരികൾ, എല്ലാവർക്കും അള്ളാഹുവിന്റെ ദീനിന്റെ നേതൃത്വം അള്ളാഹു കൊടുത്തിട്ടില്ലെന്നാണ് ഈ ആയത്ത് പറയുന്നത്. നമ്മുടെ അടിമകളുടെ കൂട്ടത്തിൽ നിന്ന് ചിലരെ ഈ കിതാബിന്റെ വിറാഹത്ത് നൽകി അനന്തരഗാമികളായി നാം നിശ്ചയിച്ചിട്ടുണ്ട് എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്ന മഹത്തുക്കൾ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങൾ മുതൽ ഈ അവസാനം മരണപ്പെട്ടു പോയ ബഹുമാനപ്പെട്ട ശൈഖുന UM ഉസ്താദ് അടക്കമുള്ള മുഷാവറ അംഗങ്ങളുടെ പരിശുദ്ധമായ ജീവിതങ്ങളെ എടുത്തു പരിശോധിച്ചു നോക്കൂ. കൂട്ടത്തിൽ ഇവിടെ ബഹുമാനപ്പെട്ട KK ഹസ്രത്ത് അവർകളെ അനുസ്മരിച്ചു. അള്ളാഹു അവരുടെയൊക്കെ പരലോക ദർജ ഉയർത്തി കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരൊക്കെ എന്തിനു വേണ്ടി നേതൃത്വം നൽകി എന്നുള്ളിടത്താണ് കാമ്പും കാതലും കിടക്കുന്നത്. ആ ചോദ്യം ഇടയ്ക്കിടെ നമ്മുടെ മനോമുകുരങ്ങളിലേക്ക് തെളിഞ്ഞു വരുന്നത് നല്ലതാണ്. എന്തിനാണ് അവരൊക്കെ കഷ്ടപ്പെട്ട് ഈ ദീന് വളർത്തിയത്? അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഔലിയാക്കളും സഹിച്ച ത്യാഗങ്ങൾക്ക് വല്ല കഥയുമുണ്ടോ? അതിന് വല്ല നമ്മൾ അവരൊക്കെ അനുഷ്ഠിച്ച ത്യാഗങ്ങളുടെ പിന്നാലെ പോയാൽ ഈ കാലഘട്ടങ്ങളിലെ നേതാക്കളൊക്കെ പല പ്രയാസങ്ങളും അനുഭവിക്കുന്നു, പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പൂർവികർ അനുഭവിച്ചതിന്റെ 7 അയലത്തുള്ള വേദനകൾ ആരെങ്കിലും അനുഭവിച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നില്ല, അം ഹസിബതും അൻ തദ്ഖുലുൽ ജന്നത വലമാ യഅതികും മസലുൽ ലദീന ഖലൗ മിൻ ഖബ്ലികും. നിങ്ങളുടെ പൂർവികർ അനുഭവിച്ച വേദനകൾ, ആ ക്ലേശങ്ങൾ, ത്യാഗങ്ങൾ അതൊന്നും അനുഭവിക്കാതെ മജ്ലിസുന്നൂറിന്റെ സംഗമത്തിലേക്ക് പോയിട്ട് 313 രൂപ കൊടുത്ത് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് എടുക്കാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മസ്സത്ഹുമുൽ ബഅ്സാഉ വല്ലറാഉ വസുൽസിലു ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്. ആ ചോദ്യം പ്രസക്തമാണ്. പരീക്ഷണങ്ങളുടെ അലമാലകൾ ആർത്തിരമ്പി വന്ന ഘട്ടത്തിൽ, പതറിപ്പോയ ഘട്ടത്തിൽ, ആ കാലഘട്ടത്തിലെ പ്രവാചകൻ വരെ ഹത്താ യഖൂല റസൂൽ, ആ പ്രവാചകൻ വരെ ചോദിച്ചു പോയിട്ടുണ്ട്, വല്ലാത്തൊരു പ്രതിസന്ധി കാലം, എന്തേ അള്ളാഹുവിന്റെ സഹായം ഇറങ്ങാത്തത്? ഹത്താ യഖൂല റസൂലു വല്ലദീന ആമനു മഅഹു മതാ നസ്റുല്ലാഹ്. അള്ളാഹുവിന്റെ പ്രവാചകരോട് അള്ളാഹു പറഞ്ഞില്ലേ, അലാ, നമ്മൾ അവിടെ നിൽക്കുന്നു, അലാ ഇന്ന നസ്റല്ലാഹി ഖരീബ്, അള്ളാഹുവിന്റെ സഹായം തൊട്ടടുത്തുണ്ട്. ആ സഹായം നമ്മൾ ഇങ്ങനെ തുരുതുരാ അനുഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അള്ളാഹു അവന്റെ സഹായം നമുക്ക് നിലനിർത്തി തരട്ടെ. പറഞ്ഞു വന്നത്, ഉലമാക്കൾ കഷ്ടപ്പെട്ടത് എന്തിനാണ്? സൂറത്തുൽ ഫാത്തിറിന്റെ 8-ാമത്തെ വചനം, അഫമൻ സുയ്യിന ലഹു സൂഉ അമലിഹി ഫറആഹു ഹസന. അള്ളാഹുവിന്റെ പ്രവാചകരോട് അള്ളാഹു ചോദിച്ച ചോദ്യമാണ്, പ്രവാചകരെ, മ്ലേച്ഛ വൃത്തികളിൽ ഏർപ്പെടുകയും വളരെ മോശം പ്രവർത്തനങ്ങളിൽ കർമ്മനിരതരാവുകയും എന്നിട്ട് അതൊക്കെ ഒരു അലങ്കാരമായി കൊണ്ടു നടക്കുകയും ചെയ്യുന്ന ഒരു ജനപദത്തെ അങ്ങ് എന്താണ് ധരിച്ചു വച്ചിരിക്കുന്നത്? അങ്ങ് അവരെ കുറിച്ച് എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്തിന് ബഹുമാനപ്പെട്ട ഇമാം സാബി തങ്ങൾ അതിന്റെ വ്യാഖ്യാനം പറയുന്നുണ്ട്. ഹാദിഹിൽ ആയത്തു നസലത്ത് ഫിൽ ഖവാരിജിൽ ലദീന യുഹർരിഫൂന തഅ്വീലൽ കിതാബി വസ്സുന്നഹ്. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനും അവന്റെ പ്രവാചകരുടെ തിരുചര്യക്കും എതിരായി ദുർവ്യാഖ്യാനം നിർവഹിച്ച, അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിൽ നിന്ന് ആദ്യമായി വിഘടനവാദം ഉയർത്തി പുറത്തു പോയ ഖവാരിജുകളുടെ കാര്യത്തിലാണ് ഈ ആയത്തിറങ്ങിയിട്ടുള്ളത്. അവർ ചെയ്ത പണി എന്താണ്? വയസ്തഹില്ലൂന ബിദാലിക ദിമാഅൽ മുസ്ലിമീന വഅംവാലഹും കമാ ഹുവ മുശാഹിദുൽ ആന ഫീ നളാഇരിഹിം. അദ്ദേഹത്തിന്റെ വർത്തമാനകാലം, അദ്ദേഹത്തിന്റെ കാലത്തെ സാക്ഷിയാക്കി അദ്ദേഹം പറയാണ്, ഇന്ന് നമ്മൾ കാണുന്നില്ലേ ഈ ആയത്തുകളെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കുന്നത് നമ്മൾ കാണുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവർ പറയാണ്, ആരാണവർ? വഹും ഫിർഖത്തും ബി അർളിൽ ഹിജാസ്. ഹിജാസിന്റെ ഭാഗത്ത് ഇന്ന് കാണുന്ന ഒരു വിഭാഗമുണ്ടല്ലോ, യുഖാലു ലഹുമുൽ വഹാബിയ. അവർ വഹാബിയാക്കളാണ്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മുജാഹിദ്, അതുപോലെ തബ്ലീഗ് ജമാഅത്ത്, മൗദൂദികൾ ഉൾപ്പെടെയുള്ളവർ ആശയം സ്വീകരിച്ചത് എവിടെ നിന്നാണോ? ഖവാരിജുകളിൽ നിന്ന്. അവരുടെ തലതൊട്ടപ്പന്മാരുടെ കൂട്ടത്തിൽ എണ്ണാൻ കഴിയുന്ന മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലേക്ക് ചേർത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഇമാം അവർ ഇത് പറഞ്ഞു വെച്ചത്. അലാ ഇന്നഹും ഹുമുൽ കാദിബൂൻ. കള്ളന്മാരാണ് അവർ, കള്ളന്മാരാണ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു, യഹ്സബൂന അന്നഹും അലാ ശൈഇൻ. അവരൊക്കെ വലിയ സംഭവമാണ് എന്ന് അവർക്കൊരു വിചാരണയുണ്ട്, അവർക്ക് അങ്ങനെ ഒരു വിചാരമുണ്ട്. അതൊക്കെ കേവലം മിഥ്യാധാരണയാണ്. ഇസ്തഹ്വദ അലൈഹിമുശ് ശൈത്താൻ ഫഅൻസാഹും ദിക്റല്ലാഹ് ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബുശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. അവർ പിശാചിന്റെ ആൾക്കാരാണ്, വഞ്ചിതരായി പോകണ്ട. ആ മാർഗത്തിലേക്ക് പോയാൽ നിങ്ങളും ആ കെണിയിൽ പെട്ടുപോകുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇറങ്ങിയ ആയത്തിന്റെ വ്യാഖ്യാനം പോലെ ഹാശിയത്തു സ്വാബിയയിൽ ഇമാം അവർ കുറിച്ചു വെക്കുന്നുണ്ട്.
എന്നാൽ ഇന്നത്തെ തഫ്സീർ എടുത്ത് നോക്കിയിട്ട് ഇനി അത് കാണുന്നില്ല എന്ന് പറയേണ്ട. സലഫുകൾക്ക് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അധികാരം ലഭിക്കുന്നതിന്റെ മുമ്പ് പ്രിന്റ് ചെയ്ത കിതാബുകളിലെ 3-ാം വോള്യത്തിലെ 255-ാമത്തെ പേജിൽ ഇത് രേഖപ്പെടുത്തിയത് കണ്ടതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് മുൻപിൽ ഇത് അവതരിപ്പിക്കുന്നത്. അവരാണ് വഹാബികൾ. അവരാണ് എന്തുകൊണ്ട് സമസ്ത വഹാബി പ്രസ്ഥാനങ്ങളിൽ നിന്ന്, ആശയധാരയിൽ നിന്ന്, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിപ്പോകുന്നതിനെ കാവൽ നിൽക്കുന്നതിന് വേണ്ടിയാണല്ലോ സമസ്ത ബീജാവാപം കൊണ്ടത്. എന്തുകൊണ്ട് സമസ്ത അത് വളരെ ഗൗരവമായി കൊണ്ടു? ഏതാ കാലഘട്ടം? ഇവിടെ പറഞ്ഞല്ലോ ലഹളകൾ, മലബാർ ലഹള കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന ഒരു കാലത്തും 1920കളുടെ ചരിത്രം നമുക്കറിയാം, ഞാനത് വിശദീകരിക്കുന്നില്ല. ആ കാലഘട്ടത്തിലും ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉലമാക്കളെ മുഴുവനും കൂട്ടി ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചതിന്റെ ഗൗരവം എന്താ? ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൻ വഖറ സാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാ ഹദ്മിൽ ഇസ്ലാം. ഒരാൾ ഒരു ബിദ്അത്തുകാരനെ ബഹുമാനിച്ചാൽ പോലും അതിന്റെ ഗൗരവം മനസ്സിലാക്കണം. ഒരു ബിദ്അത്തുകാരനെ ചിലപ്പോൾ റമദാനിലൊക്കെ സക്കാത്ത് കൊടുക്കാനുണ്ടാവും, കണക്കനുസരിച്ച് കൊടുക്കുന്നവർ അവരാണ് എന്നൊരു വെപ്പുണ്ട്. അങ്ങനെയൊക്കെ ഒരു വെപ്പുണ്ട്. അങ്ങനെയാണ് ഒരു ഹാജിക്ക കൊടുക്കുന്നുണ്ട്. ഒരു ബിദ്അത്തുകാരനാണ്, മുജാഹിദുകാരനാണ്, ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. അപ്പൊ സക്കാത്ത് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ട് ഒന്ന് അദ്ദേഹത്തെ ബഹുമാനിച്ചു. അതേപോലെ ചില റാലികളൊക്കെ നടക്കുന്ന സമയങ്ങളിൽ, ഉദാഹരണം പറഞ്ഞാൽ ഫലസ്തീൻ ഐക്യദാർഢ്യ റാലിയൊക്കെ നമ്മുടെ നാടുകളിൽ ഒരുപാട് സമ്മേളനങ്ങളൊക്കെ നമ്മൾ വെച്ചു. അപ്പോഴൊക്കെ നമ്മളൊരു കൂട്ടായ്മയുടെ പേര് പറഞ്ഞ്, ഒരു കോർഡിനേഷന്റെ പേര് പറഞ്ഞ് നമ്മളൊക്കെ അവരൊക്കെ കൂട്ടിപ്പിടിച്ചിട്ടാണ് നമ്മൾ റാലി നടത്തുക, പ്രാർത്ഥനാ സമ്മേളനങ്ങൾ നടത്തുക. അങ്ങനെ ഒരു ബിദ്അത്തുകാരനെ ആരെങ്കിലും ബഹുമാനിച്ചു കഴിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ ദീനിനെ തകർക്കുന്നതിന് വേണ്ടി സഹായിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൗരവമുള്ള കാര്യമാണ്. എന്തുകൊണ്ട് നമ്മൾ അങ്ങനെ പറയുന്നു? വിശുദ്ധമായ ഖുദ്സിന്റെ ഭൂമിക മുസ്ലിം ഉമ്മത്തിൽ നിന്ന് കൈമോശം വന്നു പോയത്, ഖിലാഫത്ത് ഉസ്മാനിയത്തിനെ തകർത്തത് മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിലൂടെ വഹാബിയത്ത് കടത്തിക്കൂട്ടി ഇസ്ലാമിനകത്തേക്ക് പുതിയ ആശയങ്ങളെ കൊണ്ടുവന്ന് ആ ആശയങ്ങളിലൂടെ അള്ളാഹുവിന്റെ വിശുദ്ധമായ ദീനിന്റെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളെ ശിഥിലമാക്കിയതിന്റെ ശേഷമാണ് വിശുദ്ധമായ ഖുദ്സിന്റെ ഭൂമിക നമുക്ക് നഷ്ടപ്പെട്ടത്. എന്നിട്ട് ഇന്ന് തകർന്നടിഞ്ഞു കിടക്കുന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് വലിച്ചെടുക്കുന്ന ചേതനയറ്റ കുഞ്ഞുങ്ങളുടെ കബന്ധങ്ങൾ നോക്കിയിട്ട് കണ്ണുനീർ വാർത്ത് പള്ളി മെഹ്റാബുകളിൽ നിന്ന് തൊണ്ട കെട്ടി അലറി നമ്മൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യുന്നു. പിന്നെ തെരുവോരങ്ങളിൽ റാലി നടത്തുന്നു. റാലിയിലേക്ക് നമ്മൾ ഇവരെ കൂടെ കൂട്ടിപ്പിടിക്കുന്നു. നമ്മൾ ഐക്യത്തിന്റെ ആളുകളാണല്ലോ. ആരാണ് ഫലസ്തീനിലെ മക്കൾ? ആ ഉമ്മമാർ അബലകളാകാൻ, വിധവകളാകാൻ, ആ കുഞ്ഞുമക്കൾ പിതാവ് നഷ്ടപ്പെട്ടവർ, മാതാവ് നഷ്ടപ്പെട്ട അനാഥ ബാല്യങ്ങളാകാൻ ആരാണ് കാരണക്കാർ? ആ കാരണക്കാരെ തന്നെ കൂടെ കൂട്ടിയിട്ട് അവർക്ക് വേണ്ടി നമ്മൾ മുതലക്കണ്ണീരൊടുക്കുന്നത് വിരോധാഭാസമാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. അവരാണിത് തകർത്തു കളഞ്ഞത്. അള്ളാഹുവിന്റെ ദീനിനെ പൊളിച്ചത് അവരാണ്. അവരുമായി ഒരു കോംപ്രമൈസും ഒരു വിശ്വാസിക്ക് സാധ്യമല്ല. ഇതാണ് നമ്മൾ മനസ്സിന്റെ അകത്തേക്ക് നമ്മൾ ഉരുക്ക് പോലെ ഒടിച്ച് അവിടെ അരക്കിട്ടുറപ്പിക്കേണ്ടത്. അവർക്ക് പഴുതു കൊടുത്താൽ, ഉമ്മത്തിന്റെ ഗാത്രത്തിലേക്ക് കടന്നു വരാനുള്ള പഴുതു കൊടുത്താൽ വലിയ അപകടമുണ്ടാകും. അതുകൊണ്ടാണ് കേവലം ഒരു ബഹുമാനം നൽകിയാൽ പോലും അത് അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കുന്നതിന്റെ സഹായകമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഐഎസ് സലഫിസം ഫാസിസം എന്ന പ്രമേയത്തിൽ സുന്നി യുവന സംഘത്തിന് കേരളത്തിലുടനീളം പ്രമേയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കേണ്ടി വന്നത്. നോക്കൂ നിങ്ങൾ, 1 നൂറ്റാണ്ടുകാലമായി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. സമസ്തയുടെയോ പോഷക ഘടകങ്ങളുടെയോ SPV അടക്കമുള്ള പോഷക ഘടകങ്ങളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വ്യക്തിയെ ഒരു പെറ്റി കേസിന്റെ പേരിലെങ്കിലും പോലീസ് സ്റ്റേഷനിലേക്ക് കയറേണ്ടി വന്നത് നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ ഐസിസ് എന്ന് പറയുന്ന തീവ്രവാദ സംഘടനയിലേക്ക് റിക്രൂട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ കണക്ക് പരിശോധിച്ചു നോക്കിയാൽ, അവരുടെ മതകീയമായ സംഘടനാ പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും ഈ ബിദഈ ആശയക്കാരായ ആളുകളെയാണ് കാസർഗോഡ് ജില്ലയിൽ നടക്കം അത്തരം തീവ്രവാദ പ്രസ്ഥാനങ്ങളിലേക്ക് റിക്രൂട്ടഡ് ആയിട്ടുള്ളത്. കാരണം അവർ അള്ളാഹുവിന്റെ ദീനിനെ ഏതു വിധേനയും പൊളിക്കുന്നതിന് വേണ്ടി അച്ചാരം പറ്റിയവരാണ്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇസ്ലാമിക് പബ്ലിഷിംഗ് ഹൗസ് IPH, ജമാഅത്തെ ഇസ്ലാമിയുടെ പബ്ലിഷിംഗ് ബ്യൂറോ, അവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകം ഇന്നും വിപണിയിൽ ലഭ്യമാണല്ലോ. ഒരു ബ്രിട്ടീഷ് ചാരന്റെ കുംഭസാരം എന്ന പേരിൽ അതിന്റെ മലയാള ട്രാൻസ്ലേഷൻ ഇന്നും വിപണിയിൽ ലഭ്യമാണ്.
കൺഫെഷൻ ഓഫ് എ ബ്രിട്ടീഷ് സ്പൈ എന്ന പുസ്തകത്തിന്റെ വിവർത്തനം. അതിൽ പറയുന്നുണ്ടല്ലോ, ആയിരക്കണക്കിന് വരുന്ന മെയിൽസ് ആൻഡ് ഫീമെയിൽസ്, ചാരന്മാരെ വിവിധ ഭാഗങ്ങളിലേക്ക് മുസ്ലിം നേതാക്കളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി സാമ്രാജ്യത്വം വിലക്കെട്ടിയെടുത്തുകൊണ്ട് പറഞ്ഞയച്ചതും, അങ്ങനെ ഹംഫർ എന്ന് പറയുന്ന വ്യക്തിയാൽ അയാളുടെ സ്വാധീന വലയത്തിൽ പെട്ടുകൊണ്ട് ഭൗതിക സുഗാഢംബരംഭങ്ങൾ മുഴുവനും നൽകി, അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കുന്നതിന് വേണ്ടി സഹായങ്ങൾ മുഴുവനും നൽകി, അള്ളാഹുവിന്റെ ദീൻ എന്ന് പറയുന്ന മഹാവടവൃക്ഷത്തെ പൊളിക്കുന്നതിനുള്ള കൈക്കോടാലിയായി മാറാൻ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബിനെ സ്വാധീനിച്ചവർ അവർ തുറന്നു പറയുന്നുണ്ടല്ലോ. അത് അള്ളാഹുവിന്റെ ദീനിനെ പൊളിക്കുക എന്നതിനപ്പുറം എന്ത് ലക്ഷ്യമാണ് അവർക്കുണ്ടായിട്ടുള്ളത്? പ്രിയപ്പെട്ടവരെ, 100ാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ച് നടക്കുന്ന പ്രചാരണ പ്രവൃത്തിയിലാണ് നമ്മൾ നിലകൊണ്ടിട്ടുള്ളത്. ഞാൻ ഒരു കാര്യം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ നിൽക്കുന്നത് താനൂരിന്റെ മണ്ണിലാണല്ലോ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഇതപര്യന്തമുള്ള സമ്മേളനങ്ങളുടെ ഉദ്ഘാടന സമ്മേളനം നടന്ന മണ്ണിലാണ് നമ്മളൊക്കെ നിലയുറപ്പിച്ചിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകതയുണ്ട്. താനൂരിലെ സമ്മേളനത്തിനൊരു പ്രത്യേകതയുണ്ട്. ഈ മണ്ണിന് പ്രത്യേകതയുണ്ട്. ഈ മണ്ണായിരുന്നല്ലോ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അതിന്റെ പ്രഥമ നേതാക്കളുടെ കൂട്ടത്തിൽ അഗ്രേസരനായ പണ്ഡിതൻ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹ്മദ് കുട്ടി മുസ്ലിയാരുടെ തട്ടകം എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്ന താനൂരിന്റെ മണ്ണ്. ഈ മണ്ണിലാണല്ലോ ധീരദേശാഭിമാനിയായ ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളും ബഹുമാനപ്പെട്ട പരപ്പനങ്ങാടി ഔക്കോയ മുസ്ലിയാർ അടക്കമുള്ളവർ അവരുടെ ജ്ഞാന സഭര്യ കൊണ്ട് വളരെ പ്രഫുല്ലമാക്കിയ ഒരു മണ്ണിലാണല്ലോ നമ്മൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ബഹുമാനപ്പെട്ട മമ്പറം തങ്ങളുടെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആ ആത്മീയ ശോഭയിൽ നിന്ന് കടഞ്ഞെടുത്ത വെള്ളി വെളിച്ചവുമായി ഉമ്മത്തിന് ആത്മീയമായ നേതൃത്വം നൽകുമ്പോഴും ഈ വിശുദ്ധമായ നമ്മൾ അധിവസിക്കുന്ന ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പടപൊരുതുന്നതിന് വേണ്ടി മുൻപിൽ നിന്ന ആ ഒരു സ്വാതന്ത്ര്യ സമര പോരാട്ട വീര്യങ്ങളുടെ ത്രസിപ്പിക്കുന്ന ജ്വാലകൾ നമ്മുടെ സിരകളിലേക്ക് പടർത്തുന്ന ബഹുമാനപ്പെട്ട വെളിയങ്കോട് ഉമർ ഖാദി തങ്ങളുടെ മണ്ണ്, ഔക്കോയ മുസ്ലിയാരുടെ മണ്ണ്. മമ്പറം തങ്ങൾ നേരിട്ട് വിളിച്ചു പറയുന്ന ഔക്കോയ ഖില്ലി ഉത്ബം മഖാലതി ഫി ളഹരി മിഹ്റാബിൽ മജീദിൽ ജുമഅതി, കമ്മ്യൂണിസത്തിനെതിരെ അതിശക്തമായ വാഗ്ധോരണികളിലൂടെ കാവ്യശകലങ്ങളിലൂടെ വലിയ പ്രതിബിംബം പ്രതിധ്വനി സൃഷ്ടിച്ച ബഹുമാനപ്പെട്ട മമ്പറം തങ്ങൾ വിളിച്ചു പറയുന്ന ഔക്കോയ മുസ്ലിയാരുടെ മണ്ണ്. ഈ മണ്ണിൽ നിന്നുകൊണ്ട് എന്തുകൊണ്ടാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ 1ാമത്തെ സമ്മേളനം വിളിച്ചു ചേർത്തത് എന്ന് പറയാനാണ്. 1926 സമസ്ത രൂപീകരിക്കുന്നത്. ഇതപര്യന്തമുള്ള സമസ്തയുടെ സമ്മേളനങ്ങളുടെ പശ്ചാത്തലങ്ങൾ എടുത്തു പരിശോധിച്ചു നോക്കൂ. ഒന്നാമതായി പറയാനുള്ളത്, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉമ്മത്തിന്റെ അകത്തേക്ക് ഭിന്ന സ്വരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആരൊക്കെയാണോ കടന്നു വരുന്നത്, വിഘടനവാദം ഉയർത്തി ആരൊക്കെയാണോ കടന്നു വരുന്നത്, ആ കടന്നു വരുന്ന സാഹചര്യങ്ങളിലെല്ലാം അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടി മുൻപിൽ നിന്നിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സമ്മേളനം അത്തരം ഒരു പ്രതിരോധത്തിന് വേണ്ടി നടത്തപ്പെട്ട മണ്ണിലാണ്, താനൂരിന്റെ മണ്ണിലാണ് നമ്മൾ നിലകൊള്ളുന്നത്. എന്താണ് പശ്ചാത്തലം? അള്ളാഹുവിന്റെ പ്രവാചകർ പറയുന്നുണ്ടല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്, ഫീ ഉമ്മത്തി കദ്ദാബൂന ദജ്ജാലുന 27 കള്ളപ്രവാചകന്മാർ എന്റെ സമുദായത്തിൽ വരും. കൃത്യമായ കണക്ക് പറഞ്ഞു. മിൻഹും 4 നിസ്വ, അതിൽ 4 ആളുകൾ പെണ്ണുങ്ങളായിരിക്കും. കള്ളപ്രവാചകത്വം വാദിച്ചു കൊണ്ടുവരും. വഇന്നി ഖാതിമുൻ നബിയ്യീന ലാ നബിയ്യ ബഅദി, ഇമാം അഹ്മദ് തങ്ങളും ഇമാം തബറാനി തങ്ങളും റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കൂ നിങ്ങൾ. 1835 ഫെബ്രുവരി 13 അവിഭക്ത ഭാരതത്തിലെ പഞ്ചാബ് എന്ന് പറയുന്ന പ്രദേശത്ത് ജനിക്കുകയും ലാഹോറിൽ 1908 മെയ് 26 മരണപ്പെടുകയും ചെയ്ത മീർസ ഗുലാം അഹ്മദ് ഖാദിയാനി പുതിയ ഒരു വാദം കൊണ്ടുവരുന്നത്. ഹിസ്റ്റീരിയ എന്ന് പറയുന്ന രോഗം ബാധിച്ച മനുഷ്യൻ, രോഗബാധിതന്റെ പ്രത്യേകത എന്താ? അയാൾക്ക് സ്ഥലകാല ബോധമുണ്ടാവൂല. അയാൾ ധരിക്കുന്ന ചെരുപ്പിനെ കുറിച്ച് പറയുന്നുണ്ട്. അയാളുടെ ചരിത്രം പഠിക്കുമ്പോ കാണാം, ചില സമയത്ത് ചെരുപ്പുകൾ തമ്മിൽ മാറിപ്പോകും, കോട്ടിന്റെ ബട്ടൺസ് പരസ്പരം മാറിപ്പോകും. അങ്ങനെയുള്ള തലക്ക് സ്ഥിരതയില്ലാത്ത ഒരു മനുഷ്യൻ ഒരിക്കൽ വിളിച്ചു പറഞ്ഞു, ഞാനാണ് ഈസ. അത് വിശ്വസിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടായി. പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ അള്ളാഹുവിന്റെ ഭാര്യയാണ്. പിന്നീട് ഒരിക്കൽ പറഞ്ഞു, ഞാൻ തന്നെയാണ് അള്ളാഹു. അയാളുടെ ആളുകളുമായി കൂടിയിരിക്കുന്ന നേരത്ത് പക്ഷി കാട്ടിച്ചിരുന്ന ഒരു മരത്തിന്റെ ചോട്ടിലിരിക്കുന്ന നേരത്ത് അയാളുടെ കയ്യിന്റെ മുകളിൽ കൂടെയുള്ളവർ ചോദിച്ചു, ബഹുമാനപ്പെട്ടവരെ, ശൈഖ് അവർകളെ, എന്താണ് ഈ പാട്? അപ്പോൾ പറഞ്ഞു, ഞാൻ ഇന്നലെ മിഅ്റാജിന് പോയിരുന്നു. മിഅ്റാജിന് പോയപ്പോ അള്ളാഹു വഹി എഴുതി തരുന്നതിന് വേണ്ടി പേനയെടുത്തു.
എഴുതി നോക്കുമ്പോ പേന എഴുതുന്നില്ല, ഒന്നിങ്ങനെ കുടഞ്ഞു, ഒരു തുള്ളി മഷി എന്റെ കയ്യിലായി. അതാണിത്. ഇങ്ങനെ കുറെ ജൽപ്പനങ്ങൾ നടത്തി. അയാളുടെ പുറകിലും ആളുകൾ ഉണ്ടായി. അത് മലബാറിലേക്ക് കടന്നു വരുന്ന ഘട്ടം. പുതിയ ആശയം വന്നാൽ ഇവിടെ വൈരുദ്ധ്യമുണ്ടാകും, കലഹങ്ങൾ ഉണ്ടാകും. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞില്ല, വലാ തനാസഉ ഫതഫ്സലു വതദ്ഹബ റീഹുകും. ഇന്ന് നമ്മൾ അനുഭവിക്കുന്നു. നിങ്ങൾ പരസ്പരം കലഹിക്കാൻ പാടില്ല. കലഹിച്ചു കഴിഞ്ഞാൽ ഫതഫ്സലു, നിങ്ങൾ ജീവച്ഛവമായി പോകും. കാഴ്ചക്ക് ആകാര സൗഷ്ഠവമുണ്ടാകും, അംഗലാവണ്യമുണ്ടാകും. പക്ഷേ നിങ്ങൾ നിശ്ചലരായിരിക്കും. നിങ്ങൾക്ക് പ്രതികരിക്കാൻ കഴിയില്ല. പ്രതിരോധ ശേഷി മുഴുവൻ നഷ്ടപ്പെട്ട അവസ്ഥയിലായിരിക്കും എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു. അതുകൊണ്ടാണ് പുതിയ വാദങ്ങളുമായി കടന്നു വരുന്നവരെ ഈ ഗാത്രത്തിലേക്ക് കടന്നു വരാതെ അതിന്റെ പടിക്ക് പുറത്തു നിർത്താൻ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ പ്രവർത്തിച്ചത്. പുതിയ വാദവുമായി കടന്നു വന്നവരാണ് വഹാബികൾ. സുദീർഘമായി സംസാരിക്കുന്നില്ല. അത് ഏറ്റുപിടിച്ചവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. നോക്കൂ നിങ്ങൾ, പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് പറഞ്ഞത് അവരാണ്. സഹായതട്ടം അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ എന്ന് പറഞ്ഞത് അവരാണ്. എന്താണ് ബാക്കിയുള്ളവർ? ഇഹ്ദിനസ് സിറാത്തുൽ മുസ്തഖീം, സിറാത്തുൽ മുസ്തഖീമിലേക്ക് വഴി നടത്തണേ. അതിന്റെ മുൻപ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അള്ളാഹുവിനോട് സഹായം. അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിച്ചാൽ ഉടനെ ശിർക്ക്, ഉടനെ കുഫ്ർ, ദീനിൽ നിന്ന് പുറത്താക്കി. അതവരുടെ നേതാവിന്റെ പണിയാണ്. കാഫിരീങ്ങളാക്കി പിന്നെ കൊല ചെയ്യുക എന്നതാണ് അവരുടെ ഒരു രീതി. അതുകൊണ്ടാണ് സഹായം അള്ളാഹുവിനോട് മാത്രം. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ സൂറത്ത് അംഫാലിൽ പറയുന്നുണ്ടല്ലോ, വഇൻ യുരീദു അൻ യഖ്ദഉക ഫഇന്ന ഹസ്ബകല്ലാഹ് ഹുവല്ലദീ അയ്യദക ബിനസ്രിഹി വബിൽ മുഅ്മിനീൻ. അള്ളാഹുവിന്റെ പ്രവാചകരെ, അള്ളാഹു അങ്ങയെ സഹായിച്ചിട്ടുണ്ട്. മുഅ്മിനീങ്ങൾ കാരണമായും അവർ മുഖേനയും അള്ളാഹു അങ്ങയെ സഹായിച്ചിട്ടുണ്ട്. സഹായിക്കാൻ അള്ളാഹു ആർക്കൊക്കെയാണോ കഴിവ് കൊടുത്തത് അവർ മുഖാന്തിരം സഹായമുണ്ടാകും. ഇത് അള്ളാഹുവിന്റെ വിശുദ്ധമായ കലാം സാക്ഷ്യപ്പെടുത്തുന്നു. അതിനാർക്ക് വേണം അള്ളാഹുവിന്റെ കലാം? ആർക്ക് വേണം അള്ളാഹുവിന്റെ പ്രവാചകരുടെ തിരുഹദീസ്? തിരുനബി പറഞ്ഞില്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈച്ച ഒരു വെള്ളത്തിൽ വീണാൽ, കുടിക്കുന്ന ജലത്തിൽ വീണാൽ അതിന്റെ ഒരു ചിറകിൽ വിഷാംശമുണ്ടെങ്കിൽ മറ്റേ ചിറകിൽ അതിനുള്ള ഔഷധമുണ്ട് എന്ന് പറഞ്ഞപ്പോ ഈ നൂറ്റാണ്ടിലല്ലേ നമ്മൾ ആ ജൽപ്പനം കേട്ടത്. അങ്ങനെ അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു എന്നതിന്റെ പേരിൽ വെള്ളം തൊടാതെ വിഴുങ്ങേണ്ട ബാധ്യതയൊന്നും മുസ്ലിംകൾക്കില്ല. ലബോറട്ടറിയിൽ കൊണ്ടുപോയി ആ ചിറക് പരിശോധിച്ച് വിഷാംശമുണ്ട്, ഔഷധമുണ്ട് എന്ന് ഉറപ്പുവരുത്തിയെങ്കിൽ മാത്രമേ വിശ്വസിക്കേണ്ടതുള്ളൂ എന്ന് പറഞ്ഞ വഹാബികൾ. അള്ളാഹുവിന്റെ ദീനിൽ എവിടെയാണ് അവർക്ക് സ്ഥാനമുള്ളത്? ഉലൈക ഹിസ്ബുശ് ശൈത്താൻ അലാ ഇന്ന ഹിസ്ബശ് ശൈത്താനി ഹുമുൽ ഖാസിറൂൻ. അവർ പരാജിതരാണ്. അതായിരുന്നു അവരുടെ ഒരു വാദം. അങ്ങനെ പല പല വാദങ്ങൾ, തറാവീഹുമായി ബന്ധപ്പെട്ട വാദങ്ങൾ വന്നു, തവസ്സുലും ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ട വാദങ്ങൾ വന്നു. ഇങ്ങനെ നിരാക്ഷേപം മുസ്ലിം ഉമ്മത്ത് തുടർന്ന് വന്നിരുന്ന പല ആചാരാനുഷ്ഠാന ക്രമങ്ങളിലും അവർ കൈകടത്തലുകൾ നടത്തുകയും അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിനെയും ഹദീസിനെയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ഒക്കെ ചെയ്തപ്പോ അവരെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ പ്രധാനപ്പെട്ട ഊർജ്ജം മുഴുവനും ചെലവഴിച്ചത്. അതിന്റെ ഉലമാക്കൾ സഹിച്ച ത്യാഗങ്ങളും അതിനുവേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ആ ഉലമാക്കളോടുള്ള നീതി നിർവഹണത്തിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇന്നതിന് നേതൃത്വം നൽകുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നേതാക്കൾക്കൊപ്പം, അതിന്റെ ഉലമാക്കൾക്കൊപ്പം അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ പരിരക്ഷിക്കുന്നതിന് വേണ്ടി നിഷ്കപടമായി, നിഷ്കളങ്കമായി, വഞ്ചനയുടെ ലാഞ്ചനയില്ലാതെ പിന്നാലെ നിൽക്കുക എന്നതാണ് നമ്മുടെ ദൗത്യം. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. മറ്റൊരു വിഭാഗമാണ് ജമാഅത്തെ ഇസ്ലാമി. നമുക്കറിയാം മൗദൂദികൾ. ഇന്ന് നമ്മുടെ സമുദായത്തിനകത്ത് ഒരുപാട് അസ്വാരസ്യങ്ങളുണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന കാര്യങ്ങൾ, ഒരുപാട് ഭിന്നാഭിപ്രായങ്ങൾ നമുക്കിടയിലുണ്ട്. ആരാണ് അതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ചിട്ടുള്ളത്? നിങ്ങൾ പരിശോധിച്ചു നോക്കൂ. ഏറ്റവും പ്രധാനപ്പെട്ട ഉമ്മത്തിനെ പരസ്പരം കലഹിക്കുന്നതിലും ഭിന്നിപ്പിക്കുന്നതിലും പണിയെടുത്തത് ജമാഅത്തെ ഇസ്ലാമിക്കാരനാണ്. അവർ നടത്തുന്ന ചാനലുകൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? മീഡിയ വൺ ചാനൽ ഒരു ഭാഗത്ത്, മാധ്യമം ദിനപത്രം ഒരു ഭാഗത്ത്. ഇന്ന് നമ്മുടെ നാട്ടിലുള്ള മാധ്യമങ്ങളെ, പത്രമാധ്യമങ്ങൾ എടുത്തു നോക്കൂ. വലിയ പ്രതിസന്ധിയിലാണ് ആ മാധ്യമങ്ങളൊക്കെ മുൻപോട്ട് പോകുന്നത്. റോ മെറ്റീരിയൽസിനൊക്കെ വില കൂടി, അതുപോലെ തന്നെ അതിന്റെ വരിക്കാർ കുറഞ്ഞു, സാമ്പത്തികമായി പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പ്രതിസന്ധിയിലാണ്. എന്നാൽ വലിയ സംഘടനാ സ്രോതസ്സും ശക്തിയൊന്നുമില്ലാത്ത ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ ഒരു ചാനൽ നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്, ഒരു പത്രം നടത്തിക്കൊണ്ടുപോകുന്നുണ്ട്. ഇന്ന് ആ പത്രമാധ്യമത്തിന്റെ മുൻപിൽ സമരം നടന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യം കൂടിയാണ്. ശമ്പളം കൊടുക്കാനില്ല. പക്ഷേ നിങ്ങൾ എഴുതി വെച്ചോ, നിങ്ങൾ എഴുതി വെച്ചോളൂ, ഒരു മാസം കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾക്ക് തീരും, അവരുടെ സാമ്പത്തിക മാന്ദ്യം തീരും. എന്തുകൊണ്ട്?
എന്തുകൊണ്ട്? ബൈത്തുസക്കാത്തിന്റെ പിരിവുമായി ഇറങ്ങി. ബൈത്തുസക്കാത്തിലേക്ക് പണം കൊടുക്കണം. സക്കാത്തിന്റെ അവകാശികൾ ആരൊക്കെയാണ് എന്ന് എണ്ണിയ കൂട്ടത്തിൽ എവിടെയും അല്ലാഹുവിന്റെ കലാമിൽ മാധ്യമം, ദിനപത്രവും മീഡിയ വൺ ചാനലും നമുക്ക് കാണാൻ കഴിയില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞു ചോദിച്ചാൽ ആരും കൊടുക്കില്ല. അതുകൊണ്ടാണ് പൊതുജന സമിതിയുള്ള ആളുകളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, പാവപ്പെട്ട സാദാത്യങ്ങൾ അതിന്റെ മുൻപിൽ പിടിച്ചു നിർത്തിക്കൊണ്ട് അതിന്റെ പ്രചാരകരായി ആ ബൈത്തുസക്കാത്തിലേക്ക് പാവപ്പെട്ട ഉമ്മത്ത് കണക്കനുസരിച്ച് കൊടുത്താൽ മാത്രം വീടുന്ന, നിയ്യത്ത് ശുദ്ധിയായാൽ അവകാശികളിലേക്ക് മാത്രം എത്തിച്ചാൽ വീടുന്ന ആ സക്കാത്തിന്റെ വിഹിതം കൊള്ളയടിച്ചുകൊണ്ട് ഇവിടെ ഛിദ്രത വളർത്തുന്നതിന് വേണ്ടി, ശൈഥില്യം ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ആ ജമാഅത്ത് ഇസ്ലാമിയെ നമ്മൾ തിരിച്ചറിയണം. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമയുമായി അഭിമുഖം നടത്തുന്ന വേളകളിലെല്ലാം അവർക്കനുസരിച്ച രീതിയിലാണ് ബഹുമാനപ്പെട്ട ശൈഖുന, ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മറുപടി പറയാറുള്ളത്. സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്ന വേളയിൽ കാസർഗോഡ് വെച്ച് നടന്ന ആ ഒരു അഭിമുഖം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. തങ്ങളുടെ സ്വതസിദ്ധമായ ശൈലിയിൽ ഇങ്ങനെ ചോദിച്ചില്ല, അനക്കെന്താ മലയാളം പറഞ്ഞാൽ തിരിയൂലേ? എന്തുകൊണ്ട്? വീണ്ടും വീണ്ടും സമുദായത്തിനകത്ത് എവിടെയാണോ വ്രണമുള്ളത് അവിടെ ഇരിക്കാൻ ഈച്ച വെമ്പൽ കൊള്ളുന്നത് പോലെ ഈ വഹാബി ആശയത്തിൽ നിന്ന് കടം കൊണ്ട ആശയങ്ങളുമായി ഉമ്മത്തിൽ ഫിർഖത്തുണ്ടാക്കുന്നു. എന്നാൽ ഒരു നയമുണ്ടോ? ഒരു നിലപാടുണ്ടോ? ഒരു കാലത്ത് പറഞ്ഞു ഗവൺമെന്റിനെ അംഗീകരിക്കാൻ കഴിയില്ല, ഡെമോക്രസിയെ അംഗീകരിക്കാൻ കഴിയില്ല, ഇന്ത്യൻ ജുഡീഷ്യറിയെ അംഗീകരിക്കാൻ കഴിയില്ല, ഗവൺമെന്റ് ജോലി പാടില്ല, ജോലി പോലും രാജിവെച്ചുകൊണ്ട് സംഘടനാ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങിയ എത്രയെത്ര വിഡ്ഢികള് അവരുടെ കൂട്ടത്തിൽ, നേതാക്കളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഇന്ന് സമുദായത്തിനകത്തേക്ക് കയറി വരുന്നതിന് വേണ്ടി, അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് വേണ്ടി ഞങ്ങൾക്ക് ബന്ധമില്ല എന്നൊക്കെ പറയും. പക്ഷേ ആ ഒരു ബന്ധത്തിന്റെ പേരിൽ വെൽഫെയർ പാർട്ടി രൂപീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിന് പച്ചയായി ഇറങ്ങുന്ന ഒരു നയവും നിലപാടുമില്ലാത്ത അവസ്ഥ നമ്മൾ കാണുന്നില്ലേ? വളം വെച്ചു കൊടുക്കുമ്പോ ശ്രദ്ധിക്കണം, വൻചിതലുകളാണ് അവർ. അള്ളാഹുവിന്റെ ദീനിനെ തകർക്കും, അള്ളാഹുവിന്റെ ദീനിനെ മുച്ചൂടും തകർക്കുന്നതിന് വേണ്ടിയാണ് അവർ അണിയറയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, ഇന്ന് CIC-യുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ നടക്കുമ്പോ ഇന്നലെ ബഹുമാന്യനായ അബ്ദുൽ ഹമീദ് ഫൈലി അമ്പലക്കടവ് ഉസ്താദ് അവർകൾ അദ്ദേഹം വാഫി സിലബസിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പുസ്തകത്തെ കുറിച്ച് പറഞ്ഞപ്പോ അദ്ദേഹത്തിനെതിരെ വാളോങ്ങിക്കൊണ്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് കാണാനിടയായി. സർവ്വത് സൗലത്ത് എന്ന് പറയുന്ന ബിദഈ ആശയക്കാരൻ എഴുതിയ പുസ്തകം ആ സിലബസിൽ പഠിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒരു സംഗതി ഈ കാലം അത്രയും പഠിപ്പിക്കപ്പെട്ടിട്ടില്ലെന്ന് പറയുകയും വസ്തുതാ വിരുദ്ധമായ കളവാണ് അമ്പലക്കടവ് പറയുന്നത് എന്ന് പറഞ്ഞ് വാളോങ്ങുകയും ചെയ്യുന്ന ആളുകളെ നമുക്ക് കാണാം. എന്നാൽ പറയട്ടെ, ഞാൻ ആ സിലബസ് പഠിച്ചു വന്നവനാണ്. ഞാൻ പഠിക്കുന്ന കാലത്ത് 4 വോള്യങ്ങളുള്ള സർവ്വത് സൗലത്ത് എഴുതിയ ഇസ്ലാമിക സമൂഹം, അതിന്റെ ചരിത്ര സംഗ്രഹം ഞാൻ പഠിച്ചിട്ടുണ്ട്, പരീക്ഷ എഴുതിയിട്ടുണ്ട്. മാത്രമല്ല, ഞാൻ പഠിച്ച വെങ്ങപ്പള്ളി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാദമി വാഫി കോളേജാണ്. ആ സ്ഥാപനത്തിന്റെ വാർഷിക മഹാസമ്മേളനത്തിൽ വെച്ച് പ്രസംഗിക്കാൻ അവസരം കിട്ടിയപ്പോ ഇസ്ലാമിക ചരിത്രത്തിൽ താർത്താരികളുടെ പടയോട്ടം മുതൽ സ്പെയിനിന്റെ നട്ടപ്രതാപങ്ങളെ കുറിച്ച് ആധികാരികമായി നമ്മളെ അന്നത്തെ കാലത്ത് അറിവനുസരിച്ച് പ്രസംഗിക്കാൻ നമ്മൾ അവലംബിച്ച പുസ്തകമാണ് സർവ്വത് സൗലത്തിന്റെ പുസ്തകം. എനിക്ക് എവിടെ നിന്നാണ് ആ പുസ്തകം കിട്ടിയത്? വെങ്ങപ്പള്ളി അക്കാദമിയിൽ എവിടെ നിന്നാണ് ആ പുസ്തകം കിട്ടിയത്? വാഫിക്കും വഫിയക്കും പഠിക്കുന്ന കുട്ടികളുടെ അലമാരകളിൽ, അവരുടെ വീടുകളിൽ എങ്ങനെയാണ് സർവ്വത് സൗലത്തിന്റെ പുസ്തകം കിട്ടിയത്? എന്നിട്ട് കാടടച്ച് വെടിവെക്കുകയാണ്. അമ്പലക്കടവ് പച്ചക്കളവ് പറഞ്ഞു എന്ന്. ഞാനൊരു അമ്പലക്കടവ് ഫാൻ അല്ല. പക്ഷേ പറയട്ടെ, സത്യം സത്യമായി ഗ്രഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണം, സത്യം പറയാൻ കഴിയണം. എന്താണ് ഇവിടെ അദ്ദേഹം ഉയർത്തിയ ഒരു ആരോപണം? ഇഖ്വാനുൽ മുസ്ലിമീന്റെ, ആ മുസ്ലിം ബ്രദർഹുഡിന്റെ രാഷ്ട്രീയമായ രീതിയിലുള്ള ഒരു ചേരിതിരിവുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളാണ് ഇവരുടെ നേതാക്കൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയുന്നിടത്ത് അത് സമർത്ഥിക്കുന്നതിന് വേണ്ടി അത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കും വിധത്തിലുള്ള, അങ്ങനെ ചരിത്രത്തെ ആ ഒരു രൂപത്തിൽ നോക്കിക്കണ്ടിട്ടുള്ള ഒരു ബിദഈ ആശയക്കാരന്റെ പുസ്തകം അവിടെ പഠിപ്പിക്കുമ്പോൾ അതിനെതിരെ പറയേണ്ട കടമ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർക്കില്ലേ? അതിനെ ഇല്ല എന്ന് കാടടച്ച് വെടിവെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അതൊക്കെ പഠിച്ചു വന്ന ആളുകൾ ഇന്നും ജീവനോടെ സാക്ഷിയായി നിൽക്കുമ്പോ ഇത്തരം കളവുകളാണ് ബഹുമാനപ്പെട്ട ആറ്റപ്പു സയ്യിദ് ഹൈദർലി ശിഹാബ് തങ്ങളെ നിങ്ങൾ കബളിപ്പിച്ചത്. അതൊന്നും ഉമ്മത്തിന് മറക്കാൻ കഴിയില്ല. ബഹുമാനപ്പെട്ട തങ്ങളുടെ വാക്കിന് വില കൽപ്പിക്കാത്തവർ സംസ്ഥകളെ ജംഇയ്യത്തുൽ ഉലമ എന്ന് സർട്ടിഫിക്കറ്റിൽ എഴുതണമെന്ന് ബഹുമാനപ്പെട്ട തങ്ങൾ വാക്കാൽ പറഞ്ഞത് കേൾക്കാതെ പിന്നെ
ബഹുമാനപ്പെട്ടവരുടെ ലെറ്റർ പാഡിൽ അത് എഴുതി കൊടുത്തിട്ട് പോലും അത് ധിക്കാരപൂർവ്വം കണ്ടവരെ എങ്ങനെയാണ് ഉമ്മത്ത് തൊണ്ടക്ക് താഴേക്ക് ഇറക്കുക? ഈ ജമാഅത്ത് ബാന്ധവം അവരുടെ സ്ഥാപനങ്ങളിൽ പഠിപ്പിക്കുന്ന ഗുരുനാഥന്മാരിൽ ഉണ്ടായിട്ടില്ലേ? അതിൽ നിന്ന് പുറത്താക്കണമെന്ന് പറഞ്ഞപ്പോ പുറത്താക്കിയ ആളുകൾ പിന്നീട് പോയത് ജമാഅത്തിന്റെ സ്ഥാപനത്തിലേക്കല്ലേ? അവരെ വീണ്ടും കൊണ്ടുവന്ന് കുട്ടികൾക്ക് ക്ലാസ് എടുപ്പിക്കുന്ന രീതി, ഇങ്ങനെ വഹാബി ആശയമുള്ള മതനിരാസത്തിലേക്ക് പോകാൻ പോലും പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിന്റെ നേതാവ്, അദ്ദേഹത്തിന്റെ ആ സമുച്ചയത്തിന്റെ സംവിധാനത്തിന്റെ ശില്പി എന്നൊന്നും പ്രിയപ്പെട്ടവരെ ദയവ് ചെയ്ത് അനർഹരായ ആളുകളിലേക്ക് നിങ്ങൾ ചേർത്ത് പറയരുത്. ബഹുമാനപ്പെട്ട പി ഉസ്താദിന് അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. ബഹുമാനപ്പെട്ട നിസാമി ഉസ്താദിന് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ. അല്ലാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. എന്നിട്ട് പറയാണ്, അത്തരക്കാരായ ആളുകളിലേക്ക് ഇതിന്റെ പിതൃത്വം വെച്ചു പറയുന്ന ആളുകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അവരൊക്കെ ഈ മുസ്ലിം ബ്രദർഹുഡിന്റെ ആശയങ്ങൾ പഠിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അത് പ്രചരിപ്പിക്കുന്നു എന്ന് മാത്രമല്ല, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയങ്ങളെ വളരെ കൊച്ചായി കാണുന്ന ഒരു അങ്ങനെ ഒരു പ്രവർത്തനം അവരുടെയൊക്കെ ഭാഗത്ത് നിന്നുണ്ടായത് കൊണ്ടതല്ലേ ഒരുപാട് കത്തിടപാടുകൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് നിർവഹിക്കേണ്ടി വന്നത്. ഞാൻ ദീർഘിപ്പിക്കുകയല്ല. ഇവിടെ പറഞ്ഞു വരുന്നത് ബിദ്അത്തിന് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കരുത്. അവസാനം ആ നേതാവ് പറഞ്ഞത് എന്താ? അദ്ദേഹത്തിന്റെ ഒരു വർത്തമാനം, ഞങ്ങളുടെ കുട്ടികൾക്ക് എല്ലാ മതവിഭാഗങ്ങളെ കുറിച്ചും പഠിക്കാനുള്ള സാഹചര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കും, എന്നിട്ട് അവർ അവരുടെ യുക്തി കൊണ്ട് ചിന്തിച്ച് സത്യമേതാണെന്ന് തെരഞ്ഞെടുക്കട്ടെ എന്ന് വെച്ചാൽ, ഒരു കുട്ടിക്ക് അള്ളാഹുവിന്റെ ദീന് സത്യമാണ് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നതിന് പകരം അവർ താരതമ്യ പഠനം നടത്തുന്നു. കമ്പാരിറ്റീവ് സ്റ്റഡി നടത്തിയതിന്റെ ശേഷം അതിൽ നിന്ന് അവർക്ക് ശരിയെന്ന് തോന്നുന്ന രിദ്ദത്തിന്റെ വഴിയിലേക്ക് കവാടം തുറന്നു കൊടുക്കലല്ലേ ആ ചെയ്യുന്നത്. ഇപ്പോ ഈ അധ്യയന വർഷത്തിലേക്ക് ആളെടുക്കുമ്പോ പറഞ്ഞത് എന്താ? ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഇന്ന വിഭാഗം എന്നൊന്നുമില്ല. ആരാണോ വരുന്നത് അവരെ മുഴുവൻ സ്വീകരിക്കും. ഏതാശയക്കാരൻ വന്നാലും അവരെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങൾ ശരിയായ ആശയം പറഞ്ഞു കൊടുക്കും. ബഹുമാനപ്പെട്ട നാട്ടിക ഉസ്താദ് പറയാറില്ലേ, രോഗമാണ് പടരുക, ആരോഗ്യമല്ല. ഒരു വഹാബിയെ, ആ വഹാബി പാരമ്പര്യത്തിൽ പഠിച്ചു വളർന്ന ആളുകളെ കൊണ്ടുവന്ന് ഈ സിലബസ് പഠിക്കാൻ സുന്നി ധാരയിൽ നിന്ന് പോയ കുട്ടികൾക്കൊപ്പം ഇരുത്തിയാൽ എന്ത് സംഭവിക്കും? ഇതല്ലേ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് സ്വപ്നം കണ്ടത്? ഇതല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ എതിർദിശയിൽ നിൽക്കുന്നവരൊക്കെ സ്വപ്നം കണ്ടത്? അവർക്ക് കയറി വരാനുള്ള ഏണി വെച്ചു കൊടുക്കുന്ന രീതി അത് ശരിയല്ല. അത് തിരുത്തേണ്ടത് നമ്മൾ തിരുത്തുക തന്നെ ചെയ്യും. അതിനാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഇവിടെ ബീജാവാപം കൊണ്ടിട്ടുള്ളത്. അതേപോലെ നോക്കൂ, തബ്ലീഗ് ജമാഅത്ത് തേൻ പുരട്ടിയ വാക്കുകളുമായി നമ്മുടെയൊക്കെ പള്ളികളിലെ പരിസരങ്ങളിൽ, കവലകളിൽ, വീടുകളിലേക്ക് കയറി വന്ന് അള്ളാഹുവിനെ കുറിച്ച്, പ്രവാചകരെ കുറിച്ച്, അവിടുത്തെ സുന്നത്തിനെ കുറിച്ച്, സ്വലാത്ത് പെരുപ്പിക്കേണ്ടതിന്റെ മഹത്വത്തെ കുറിച്ച്, അവിടുത്തെ ഖബർ സിയാറത്തിനെ കുറിച്ച്, പള്ളി മഖബറകളിലേക്കൊക്കെ ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അവിടെയൊക്കെ സിയാറത്ത് കാട്ടിക്കൊടുത്ത് അവരാണ് പക്കാ സുന്നികൾ എന്ന് കാണിക്കും. ആ വിധത്തിൽ ആളുകളുടെ അവരെ ആശയത്തിലേക്ക് കൊണ്ടുപോകുന്നവർ. ഞാനൊരൊറ്റ ഉദാഹരണം പറയാണ്. നമ്മൾ ശഅബാനിലാണ് നിലകൊള്ളുന്നത്. മിഅ്റാജ് കഴിഞ്ഞല്ലോ. ആ മിഅ്റാജിന് പോയപ്പോൾ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിനെ കണ്ട മാത്രയിൽ പറഞ്ഞത് എന്താ? അത്തഹിയ്യാത്തുൽ മുബാറകാത്തു സ്വലവാത്തു തയ്യിബാത്തു ലില്ലാഹ്. അല്ലാഹു തിരിച്ചു പറഞ്ഞു, അസ്സലാമു അലൈക അയ്യുഹൻ നബി. തിരിച്ചു വന്നു, നിസ്കാരമൊക്കെ കിട്ടി തിരിച്ചു വന്നു. ഇവിടെ വന്ന് നമ്മളോട് അല്ലാഹുവിന്റെ പ്രവാചകർ പറഞ്ഞു ആ മിഅ്റാജിനെ കുറിച്ച്, അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിൻ. നിങ്ങളുടെ നിസ്കാരം ആത്മാർത്ഥമാണെങ്കിൽ അത് വിശ്വാസിയുടെ മിഅ്റാജാണ്. ആ മിഅ്റാജാകുന്ന നിസ്കാരത്തിൽ നമ്മൾ നിർബന്ധമായും പാരായണം ചെയ്യുന്നില്ലേ അത്തഹിയ്യാത്ത്? ആ അത്തഹിയ്യാത്ത് പാരായണം ചെയ്യുന്ന വേളയിൽ ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസ്സാലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നുണ്ട്, അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകരുടെ ആ തിരുദാത്തിനെ നമുക്ക് ഇങ്ങോട്ട് ഹാളിറാക്കാൻ കഴിയണം. എത്ര പേർക്ക് കഴിയും? നമ്മുടെ കൂട്ടത്തിൽ നമ്മൾ സലാം പറയുമ്പോൾ നേരിട്ടാ സലാം പറയുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരിട്ട് നമ്മുടെ മുൻപിലേക്ക് ഹാളിറാക്കാൻ നമ്മളെ കൊണ്ട് കഴിയോ? ഇല്ല. കഴിയില്ലെങ്കിൽ അടുത്ത ഓപ്ഷൻ അവിടെ പറഞ്ഞു, അവിടുത്തെ അമരസ്മരണകളെ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. ഇങ്ങനെയാണ് നബിയെ ഓർക്കേണ്ടത്. അത്തഹിയ്യാത്ത് ഓതുന്ന സമയങ്ങളിൽ ഇവരെന്ത് പറഞ്ഞു? തബ്ലീഗ് ജമാഅത്ത് ഈ വിഷയത്തിൽ എന്താ പറയുന്നത്? അത്തഹിയ്യാത്ത് ഓതുന്ന വേളയിൽ
അസ്സലാമു അലൈക അയ്യുഹൻ നബി എന്ന് പറയുന്ന വേളയിൽ അല്ലാഹുവിന്റെ പ്രവാചകരെ സ്മരിക്കുന്നതിനേക്കാൾ ഉത്തമം തങ്ങളുടെ വീട്ടിലെ കഴുതകളെയോ കാളകളെയോ മറ്റു കന്നുകാലി മൃഗങ്ങളെയോ സ്മരിക്കലാണ് ഉചിതം എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ പ്രവാചകരുടെ വ്യക്തിപ്രഭാവത്തെ പോലും കൊച്ചാക്കുന്ന പ്രവർത്തനങ്ങളുമായി എന്നിട്ട് തേൻ പുരട്ടിയ വാക്കുകളുമായി കടന്നു വരുന്നത് കൊണ്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ മുശാവറ കൂടി അതിനെ വിശദമായി പഠിച്ചതിന്റെ ശേഷം ഉമ്മത്തിനോട് വിളിച്ചു പറഞ്ഞത് തബ്ലീഗ് ജമാഅത്തിൽ നിങ്ങൾ വഞ്ചിതരായി പോകണ്ട, അപകടം സൃഷ്ടിക്കും. ഉമ്മത്തിന്റെ ഈമാൻ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ നിലകൊണ്ടിട്ടുള്ളത്. എന്നാൽ നോക്കൂ, ഈ അവാന്തര വിഭാഗങ്ങളെയൊക്കെ പടിക്ക് പുറത്തു നിർത്തുമ്പോൾ പോലും അള്ളാഹുവിന്റെ വിശുദ്ധമായ ശരീഅത്തിനെതിരെ എന്തെങ്കിലും ഒരു പോറലേൽപ്പിക്കും വിധം ആരുടെയെങ്കിലും ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രവർത്തനങ്ങൾ ഉണ്ടായാൽ സടകുടഞ്ഞെഴുന്നേറ്റുകൊണ്ട് ഈ പറയപ്പെട്ട അവാന്തര വിഭാഗങ്ങളെ കൂടെ കൂട്ടിയിട്ട് അതിനെതിരെ ശക്തമായ സമര പ്രഖ്യാപനം നടത്തിയ പാരമ്പര്യവും അവർക്ക് വഴികാട്ടിയതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയാണ്. 1985 ശരീഅത്ത് ഭേദഗതി വിവാദം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? 1937 മുതൽ നമ്മുടെ ശരീഅത്തുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോടതികളിൽ അനുവർത്തിക്കുന്ന നിയമം 4 മദ്ഹബുകളിൽ അടിസ്ഥാനമാക്കിയുള്ള നിയമങ്ങളാണ്. അതുകൊണ്ട് ശരീഅത്ത് ഭേദഗതി ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ മദ്ഹബ് വിരോധികളായ വഹാബികളും മൗദൂദികളും അഹ്ലെ ഹദീസിന്റെ ആൾക്കാരും അവരെല്ലാവരും അത് അംഗീകരിച്ചു. ഗവൺമെന്റിന്റെ കൂടെ നിന്നു. ശരീഅത്ത് ഭേദഗതി വരുത്തട്ടെ, അല്ലാഹുവിന്റെ ദീനിനെ പൊളിക്കാൻ പോവുകയാണ്, കൂടെ നിന്നു. അവർക്ക് അത്രയേ ആത്മാർത്ഥത ഉണ്ടാവുകയുള്ളൂ. എന്നാൽ നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ട ശൈഖുനാ ശംസുൽ ഉലമ 4 പതിറ്റാണ്ടുകാലം ഉമ്മത്തിന് ആത്മീയമായി ദൈക്ഷണികമായി നേതൃത്വം നൽകിയ ആ മഹാമനീഷി ഈ പറയുന്ന വിഭാഗങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് നടത്തുന്ന ഒരു പ്രഭാഷണമുണ്ട്. ആ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞത് ഇങ്ങനെയാണ്: ശരീഅത്ത് എന്ന് പറയുന്നത് ഒരു ചുമരാണ്. ആ ചുമരിൽ ഏതു ചിത്രം വരക്കണം, എന്തു ചിത്രം വരക്കണം, ആരു ചിത്രം വരക്കണം എന്നത് നമ്മൾക്കിടയിലുള്ള പരസ്പര തർക്കങ്ങളാണ്. താൽക്കാലികമായി നമുക്കത് മാറ്റിവെക്കാം. എന്നിട്ട് അള്ളാഹുവിന്റെ ശരീഅത്താകുന്ന ചുമരിനെ സംരക്ഷിക്കാനുള്ള ബാധ്യതയാണ് നമ്മൾ ഏറ്റെടുക്കേണ്ടി വരുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഈ അവാന്തര വിഭാഗങ്ങളുടെ ഉൾക്കാഴ്ചക്ക് അവരെ ഉണർത്തിക്കൊണ്ട് ഈ ശരീഅത്ത് ഭേദഗതി വരുത്തുന്ന ഗവൺമെന്റിനെതിരെ നയിക്കാൻ സമര പോരാട്ടത്തിന് വേണ്ടി അവരെ മുന്നിൽ നിന്ന് നയിച്ച പാരമ്പര്യവും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കാണ്. അങ്ങനെ ശരീഅത്തിനെ തൊടാൻ, അള്ളാഹുവിന്റെ ദീനിനെ തൊട്ടുകളിക്കാൻ അത് ഈ കാലഘട്ടത്തിലല്ല, ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല. ഇവിടെ LDF ഭരിച്ചാലും UDF ഭരിച്ചാലും BJP ഭരിച്ചാലും ഏത് ഫാസിസ്റ്റ് ഭരണകൂടങ്ങൾ ഭരണം നടത്തിയാലും ശരി, ബ്രിട്ടീഷുകാർ ഭരിക്കുന്ന കാലത്തല്ലേ 1929 ഹർബില സർദ ആക്ട് കൊണ്ടുവരുന്നത്. സ്ത്രീകളുടെ വിവാഹപ്രായം 14, പുരുഷന്മാരുടെ വിവാഹപ്രായം 18. അദ്ദേഹത്തെ ഒരു സോഷ്യൽ റിഫോർമർ എന്ന പേരിൽ വലിയ ആഘോഷം ബ്രിട്ടീഷുകാർ ആഘോഷിച്ചു. പക്ഷേ 1929 നിയമം കൊണ്ടുവന്നപ്പോൾ 1930 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ സമ്മേളനം വിളിച്ചിട്ട് പറഞ്ഞു. ആരോടാ പറയുന്നത്? ബ്രിട്ടീഷ് ഗവൺമെന്റിനോടാണ്. മുശാവറ കൂടി സമ്മേളനത്തോടനുബന്ധിച്ച് പ്രമേയം പാസാക്കി. അള്ളാഹുവിന്റെ വിശുദ്ധമായ ശരീഅത്തിനെ കടക്കൽ കത്തിവെക്കാൻ ശ്രമിച്ചാൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് അതിന്റെ തിക്തഫലം അനുഭവിച്ചറിയേണ്ടി വരുമെന്ന ശക്തമായ താക്കീത്. ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല, അതിന്റെ പരിണത ഫലം എന്താകുമെന്ന് നോക്കിയിട്ടല്ല, പറയേണ്ടത് പറയേണ്ടവരോട് പറയേണ്ട നേരത്തും കാലത്തും പറയേണ്ട ആർജവത്തോടു കൂടെ പറഞ്ഞ പാരമ്പര്യമാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ പാരമ്പര്യം. അതുകൊണ്ടാണ് 2013 വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട മറ്റൊരു ഇഷ്യൂ വന്ന സമയത്ത് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ മുഴുവൻ ആളുകളെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് വീണ്ടും സമസ്ത രംഗത്തിറങ്ങിയത്, സമരാഹ്വാനം നടത്തിയത്, പ്രതിഷേധത്തിന്റെ അഗ്നിജ്വാലകൾ കത്തിച്ചത്. അതിന്റെ പ്രതിഫലം, അതിന്റെ ഫലം നമ്മൾക്ക് അനുഭവിക്കാൻ കഴിഞ്ഞിട്ടില്ലേ? ഇതാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ശരീഅത്തിനെതിരെ വരുന്ന എല്ലാവിധ കൂലമ്പുകളെയും പ്രതിരോധിക്കാൻ കൂടെ കൂട്ടാൻ പറ്റുന്നവരെയൊക്കെ കൂടെ കൂട്ടി, എന്നിട്ട് അല്ലാഹുവിന്റെ ശരീഅത്തിന് കാവലിരുന്നു. ശരീഅത്തിന്റെ അകത്തളത്തിൽ ഏറ്റവും പവിത്രമായ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ പ്രചാരണത്തിനും അതിന്റെ പ്രസരണത്തിനും വേണ്ടി തങ്ങളാലാകും വിധമുള്ള പ്രവർത്തനങ്ങളുമായി അങ്ങനെ മുൻപോട്ട് പോകുന്നു. എന്നാൽ ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ ഒരു മുസ്ലിം എന്താണ് ഇവിടെ അനുവർത്തിക്കേണ്ട ചിട്ടകൾ എന്നതിനെ കുറിച്ചും കൃത്യമായ നയനിലപാടുകൾ പറഞ്ഞു സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. സമസ്തയുടെ 60ാം വാർഷിക മഹാസമ്മേളനം, ആ സമ്മേളനം നടക്കുമ്പോഴല്ലേ ശൈഖുനാ ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഒരു പ്രഭാഷണം നിർവഹിക്കുന്നത്. ആ പ്രഭാഷണത്തിന് ആമുഖത്തിൽ തന്നെ പറഞ്ഞു വെച്ചത്, ഇന്ത്യ പോലെയുള്ള ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ
ഇവിടെ പാലിക്കേണ്ട ചിട്ടകളെ കുറിച്ചാണ്. ഒരു മുസ്ലിം, അള്ളാഹുവിന്റെ പ്രവാചകർ പറഞ്ഞില്ലേ, നിങ്ങൾ കറി വെക്കുമ്പോൾ വെള്ളം നീട്ടിവെച്ച് അയൽവാസിക്ക് കൊടുക്കണം. ഏതാണ് അയൽവാസി? വലതുഭാഗത്ത് 40 വീട്, മുൻവശത്ത് 40 വീട്, ഇടതുവശത്ത് 40 വീട്, പിൻവശത്ത് 40 വീട്. ആ പറയപ്പെട്ട വീടുകളിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ പട്ടിണി ഉണ്ടായിരിക്കെ നീ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാൽ നീ എന്റെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചു എന്ന് പോലും അതിന്റെ ഗൗരവം പറഞ്ഞ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പാരമ്പര്യത്തെ ഉണർത്തിക്കൊണ്ടാണ് ശൈഖുന പ്രഭാഷണം നടത്തിയത്. എന്നിട്ട് ഈ രാജ്യത്തെ ഭരണാധികാരികളോട് ശൈഖുന പറഞ്ഞ വർത്തമാനം, ഈ രാജ്യത്തിന്റെ സെക്യുലറിസം നിലനിൽക്കണമെങ്കിൽ, മതേതര സംവിധാനം നിലനിൽക്കണമെങ്കിൽ ഇവിടെ സമസ്ത നിലനിൽക്കണം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കണം. അല്ലാത്ത പക്ഷം എന്ത് സംഭവിക്കും? നേരത്തെ നമ്മൾ ഉദാഹരണം പറഞ്ഞതുപോലെ ഐസിസുമായി ബന്ധപ്പെട്ട കേസിലേക്ക് റിക്രൂട്ടഡ് ആയിട്ടുള്ള ആളുകളുടെ മതസംഘടനാ പശ്ചാത്തലം പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ഈ ഹൈന്ദവ വിശ്വാസികളും മതമുള്ളവരും ഇല്ലാത്തവരും ഒക്കെ അധിവസിക്കുന്ന ഈ രാജ്യത്ത് ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ, അവർക്ക് എങ്ങനെയാണ് ഈ മതേതര സംവിധാനത്തെ ഉൾക്കൊള്ളാൻ കഴിയുക? മറ്റു മതവിഭാഗക്കാർ ഉൾക്കൊള്ളുന്ന ജീവിക്കുന്ന ഈ നാട്ടിൽ ഒരു മുസ്ലിമിന് വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ കഴിയില്ലെന്ന് പറയുന്ന വഹാബികൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തിന്റെ പൈതൃകവും പാരമ്പര്യവും സംരക്ഷിക്കാൻ കഴിയുക? അതുകൊണ്ടാണ് ശൈഖുന പറഞ്ഞു വച്ചത്, ഈ പാരമ്പര്യം നിലനിൽക്കണമെങ്കിൽ സമസ്ത നിലനിൽക്കണം, അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് നിലനിൽക്കണം. അതുകൊണ്ടാണ് ഓരോ വർഷവും നമ്മൾ മനുഷ്യജാലിക സംഘടിപ്പിക്കുന്നത്. ഓരോ സ്വാതന്ത്ര്യ ദിനത്തിനും അതിന്റെ സന്ദേശം നമ്മൾ കൈമാറുന്നത്. ഇത്രമേൽ രാജ്യത്തിന് വേണ്ടി, മതത്തിന് വേണ്ടി, സമുദായത്തിന് വേണ്ടി അഹോരാത്ര പരിശ്രമങ്ങൾ നടത്തിയ ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ അതിന്റെ അഭംഗുരമുള്ള മുന്നോട്ട് പോക്കിലാണ്, അതിന്റെ അജയ്യമായ കുതിച്ചുചാട്ടത്തിലാണ് ഇന്ന് 100ാം വാർഷിക മഹാസമ്മേളനത്തോടനുബന്ധിച്ചുള്ള പ്രവർത്തനങ്ങളിൽ നമ്മൾ നിരതരായി കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുമ്പോൾ, നമുക്ക് ഒരുപാട് ഉലമാക്കൾ നേതൃത്വം നൽകി പോയിട്ടുണ്ട്, ഒരുപാട് ഉമറാക്കൾ നേതൃത്വം നൽകി പോയിട്ടുണ്ട്, ഒരുപാട് സാദാത്യങ്ങൾ ഇതിന്റെ കൂടെ നിന്നിട്ടുണ്ട്. നമ്മൾ അഭിമാനത്തോടു കൂടി മതേതര രാജ്യത്ത് ജീവിക്കുമ്പോൾ ഒരു മുസ്ലിം അനുവർത്തിക്കേണ്ട മാന്യതകളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഓർത്തു പോകുന്നത് ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളെയാണ്. തങ്ങളുടെ ദറജ അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. രാജപ്രതാപിയായ ആ മഹാമനീഷിയെ പറയാതെ സമസ്തയുടെ സമ്മേളനം പൂർത്തിയാക്കാൻ കഴിയില്ല, അതിന്റെ ചരിത്രം നമുക്ക് രേഖപ്പെടുത്താൻ കഴിയില്ല. കാരണം ഈ മതേതര രാജ്യത്ത് ഇതര മതവിശ്വാസികളുമായി ഇടപഴകി ജീവിക്കുമ്പോൾ പാലിക്കേണ്ട ചിട്ടകളെ കുറിച്ച് മദ്രസാ പഠനത്തിലൂടെ കുട്ടികളെ നമ്മൾ വാർത്തെടുക്കുന്നതിന്റെ പിന്നാമ്പുറത്തെ ചേതോ വികാരം ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളുടെ കാര്യവട്ടം സമ്മേളനത്തിലെ പ്രഭാഷണമാണ്. നമുക്കറിയാം, അത് വെറുതെ പ്രസംഗിച്ചു, മദ്രസകൾ ഉണ്ടാക്കി എന്ന് മാത്രമല്ല, 11,000 ചില്ലാനം വരുന്ന മദ്രസകൾ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ സ്മാരകം പോലെ ഉയർന്നു നിൽക്കുമ്പോൾ തന്റെ ജീവിതത്തിലും ആ മതേതര സ്വഭാവം ബഹുമാനപ്പെട്ടവർ ഈ രാജ്യത്തിന്റെ മുൻപിലേക്ക് കാട്ടിത്തന്നത് നമുക്കറിയാം. ഒരു പ്രദേശത്ത് മുസ്ലിം ഹൈന്ദവ പ്രയാസം ഉണ്ടാകുന്ന ഒരു ഘട്ടം, പള്ളിക്ക് അകത്ത് ഇബാദത്തുകൾ നിർവഹിക്കുന്ന വേളയിൽ പുറത്ത് ഹിന്ദുക്കൾ ചെണ്ട കൊട്ടി പാട്ടുപാടുന്ന രംഗം, അങ്ങനെ പരസ്പരം സ്പർദ്ധയുണ്ടാകുന്നു. ചരിത്രം നമുക്കറിയുന്നതാണ്. ചുരുക്കി പറയുകയാണ്, വലിയ പ്രയാസം ഉണ്ടാകുന്ന കാലം, സ്പർദ്ധ വളർന്നാൽ ഇവിടെ വലിയ ഭീകരവാദം ഉണ്ടാകും, വലിയ കലഹങ്ങൾ ഉണ്ടാകും. ഇത് അത്തരം ഒരു അവസ്ഥയിലേക്ക് മൂർച്ഛിച്ചു പോകുന്നതിന് മുമ്പ് തടയിടുന്നതിന് വേണ്ടി പലരും മധ്യസ്ഥ ചർച്ചകളിലൂടെ പരിഹാര ശ്രമത്തിന് വേണ്ടി നടന്നപ്പോ സാക്ഷാൽ കേരള ഗാന്ധി എന്നറിയപ്പെടുന്ന കേളപ്പജി ഉൾപ്പെടെയുള്ളവർ അതിനുവേണ്ടി അശ്രാന്ത പരിശ്രമം നടത്തിയിട്ട് പോലും പരാജയപ്പെട്ടപ്പോഴാണ് ചാവക്കാട് ഗസ്റ്റ് ഹൗസിലേക്ക് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ 2 വിഭാഗത്തെയും ക്ഷണിക്കുന്നത്. തങ്ങളാണ് മധ്യസ്ഥ ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്. 2 വിഭാഗവും ഹാജരായി എന്ന് മാത്രമല്ല, മധ്യസ്ഥ ചർച്ചയ്ക്കിരിക്കുമ്പോൾ പോലും പരസ്പരം കലഹത്തിലാണ്. ആ സമയത്താണ് ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ കടന്നു വരുന്നത്. തങ്ങൾ വന്നു, തികഞ്ഞ ശാന്തത, മുഴുവൻ ആളുകളും നിശബ്ദരായി. വാങ്ക് വിളിക്കുന്നു. വാങ്ക് വിളിച്ച വേളയിൽ ബാഫഖി തങ്ങളുടെ ഒരു രീതി നമുക്കറിയാം. ഇന്ന സ്വലാത്ത കാനത്ത് അലൽ മുഅ്മിനീന കിതാബൻ മൗഖൂതാ. സമയബന്ധിതമായി നിസ്കാരം നിർവഹിക്കൽ വിശ്വാസിയുടെ ബാധ്യതയാണെന്ന് പറയുക മാത്രമല്ല, അത് ജീവിതത്തിൽ പുലർത്തുന്നതിന് വേണ്ടി തന്റെ യാത്രയിലുടനീളം വാഹനത്തിൽ കൊണ്ടു നടന്നിരുന്ന ഒരു സാമഗ്രിയാണ് കിണ്ടി. വാങ്കൊടുത്താൽ വുളു എടുക്കാൻ എവിടെയാണോ അവസരം കിട്ടിയത് അത് ഉപയോഗിക്കാൻ വേണ്ടി കിണ്ടി കൊണ്ട് നടക്കും. ഒടിവേളകളിൽ പാരായണം ചെയ്യാൻ വിശുദ്ധമായ ഖുർആൻ കൊണ്ട് നടക്കും. യാത്രയിലുടനീളം തസ്ബീഹ് മാലയുമായി കൊണ്ട് നടക്കും. ഇതായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ രീതി. അങ്ങനെ വുളു ചെയ്തു. നിസ്കാര സമയം, എല്ലാവരും ശാന്തരായിരിക്കുന്നു. നിസ്കാരം കഴിഞ്ഞു. തങ്ങൾ വന്നു. ഹൈന്ദവ വിശ്വാസികളോടാണ് പറയുന്നത്. ആരാണ് ഈ ഭാഗത്തിരിക്കുന്നത്? ഇന്നത്തെ RSSന്റെ പ്രാഗ്രൂപമായ ജനസംഘമാണ് മുന്നിലിരിക്കുന്നത്. അവരോടാണ് ബാഫഖി തങ്ങളുടെ പ്രസ്താവന. ഈ രാജ്യം ഒരു മതേതര രാജ്യമാണ്.
ജനാധിപത്യ രാജ്യമാണ്. ഈ രാജ്യത്ത് ഒരു വിഭാഗം പള്ളിക്കകത്ത് ആരാധന നിർവഹിക്കുമ്പോ പുറത്ത് ചെണ്ട കൊട്ടാൻ പാടില്ല എന്ന നിയമമൊന്നും ഇവിടെയില്ല. ആർക്കും അങ്ങനെ ആകാവുന്നതാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എന്റെ സഹോദരങ്ങളാണ്. എന്റെ സഹോദരങ്ങളിൽ നിന്ന് ഞാൻ മാന്യതയാണ് പ്രതീക്ഷിക്കുന്നത് എന്ന് പറഞ്ഞപ്പോ ജനസംഘത്തിന്റെ നേതാവ് ഇരിപ്പിടത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് ബാഫഖി തങ്ങളുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ നിർത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ബാഫഖി തങ്ങൾ എത്ര വളരെ നിസ്സാരമായിട്ടാണ് കാടുകയറി കത്തിച്ചാമ്പലാകാൻ ഒരു പക്ഷേ ഈ രാജ്യത്തൊരു തീക്കൊള്ളി അങ്ങനെയാകാൻ സാധ്യതയുണ്ടായിരുന്ന ഒരു സാഹചര്യത്തെ ആത്മീയമായ തന്റെ നേതൃപാടവം കൊണ്ടതിന് പരിഹരിച്ച ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ എങ്ങനെയാണ് ഈ ഔന്നത്യത്തിലേക്ക് ഉയർന്നത്, ആത്മീയമായ പടവുകൾ കയറിയത്? നമ്മളൊക്കെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ധാര ഉൾക്കൊള്ളുന്നവരല്ലേ? ആത്മീയമായ ഔന്നത്യത്തിലേക്ക് ഒരാളെ കൈപിടിച്ചുയർത്താൻ നമ്മൾക്കൊരു പിറകിൽ ഒരു മുസക്കി വേണ്ടേ, ഒരു മുറബി വേണ്ടേ, ഒരു തെർബിയത്ത് വേണ്ടേ, ഒരു തസ്കിയത്ത് കിട്ടണ്ടേ? ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ പാരമ്പര്യം പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങളുടെ അമ്മാവൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ബീജാഭാവം നൽകിയ ബഹുമാനപ്പെട്ട ഖുതുബുസ്സമാൻ വരക്കൽ ബഅലവി അബ്ദുറഹ്മാൻ മുല്ലക്കോയ തങ്ങളായിരുന്നു. ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ആത്മീയമായ നോട്ടത്തിന്റെ പരിണതമാണ് ഔന്നത്യത്തിന്റെ കൊടുമുടിയിലേക്ക് മഹാനായ ബാഫഖി തങ്ങൾ എത്തിയത്. ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹായുടെ കാലിന്റെ ചോട്ടിൽ അന്ത്യവിശ്രമം കൊള്ളാൻ മാത്രമുള്ള യോഗ്യതയിലേക്ക് അല്ലാഹു തആല ഉയർത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയമായ ശിക്ഷണത്തിന്റെ വാതിലുകൾ എവിടേക്കാണ് മലർക്ക തുറന്നിട്ടിരിക്കുന്നതെന്ന് നോക്കൂ. പുതിയങ്ങാടി കടപ്പുറത്ത് വരക്കൽ മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ബഹുമാനപ്പെട്ട മുല്ലക്കോയ തങ്ങളുടെ കാലിന്റെ ചോട്ടിൽ ഏതാണ് ആ മുല്ലക്കോയ തങ്ങൾ? ആ മഹാനുഭാവന്റെ നാമധേയത്തിലല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100ാമത് ഐതിഹാസിക അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിന് വേദിയൊരുങ്ങുന്നത്? അല്ലാഹു അതിലൊക്കെ പങ്കെടുക്കാനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആശയത്തിൽ ഒരു കറ പോലും ഇല്ലാതെ സുന്നത്ത് ജമാഅത്ത് മുറുകെ പിടിച്ചപ്പോ അല്ലാഹു തആല ബാഫഖി തങ്ങൾക്ക് കൊടുത്ത ഔന്നത്യം കണ്ടില്ലേ? മുജാഹിദ് പള്ളിക്ക്, പരപ്പനങ്ങാടി മുജാഹിദ് പള്ളിക്ക് ബാഫഖി തങ്ങൾ തറക്കല്ലിട്ടു എന്ന കള്ളമൊന്നും പറഞ്ഞ് പ്രചരിപ്പിക്കാൻ ആരും ശ്രമിക്കേണ്ട. അത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ സ്ഥാപിതമായ പ്രസ്ഥാനമാണ്. അതിനുവേണ്ടിയാണ് അതിന്റെ നേതാവ് കൂടിയായ ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ തറക്കല്ലിട്ടത്. ബഹുമാനപ്പെട്ട ബാഫഖി തങ്ങൾ അതിന്റെ മുന്നിൽ നിന്നത്. പിൽക്കാലത്ത് അതിലേക്ക് ആദർശ വ്യതിയാനം വന്നവർ കൂടിച്ചേർന്നിട്ടുണ്ടെങ്കിൽ, ഇന്നത് അവരുടെ അക്കൗണ്ടിലേക്ക് വകവെക്കുന്നുണ്ടെങ്കിൽ അതൊന്നും സുന്നി സമൂഹം അനുവദിച്ചു തരുന്ന പ്രശ്നമില്ല. എത്രത്തോളം ചരിത്രത്തെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും ചരിത്രത്തിന്റെ ഇന്നലകളെ അതിന്റെ ഔദ്യോഗികമായ സ്രോതസ്സുകളിൽ നിന്നു തന്നെ അതിനെ തിരുത്താൻ കെൽപ്പും ശേഷിയുമുള്ള പണ്ഡിതന്മാർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ഉണ്ട് എന്നുകൂടെ സാന്ദർഭികമായി പറയുകയാണ്. ബാഫഖി തങ്ങളോടൊപ്പം നമ്മൾ ചേർത്ത് വായിച്ചു വെക്കേണ്ട മഹാനായ മനീഷിയാണ് ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ. അല്ലാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. മുസ്ലിം സാമുദായിക രാഷ്ട്രീയ സംഘചേതനയുടെ അമരക്കാരൻ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ, അദ്ദേഹം തന്റെ വന്യപിതാവായ PMS പൂക്കോയ തങ്ങളെ കുറിച്ച് മനോഹരമായ ഒരു കുറിപ്പ് കുറിച്ചു വെച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. ബഹുമാനപ്പെട്ടവർ, ഏതാ കാലം ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾ തന്റെ വട്ടമേശക്ക് പുറകിലിരുന്നു കൊണ്ട് ഉമ്മത്തിന്റെ അത്താണിയായി, ആലംബമായി, അവലംബമായി കണ്ണീരൊലിപ്പിച്ചു വരുന്നവരുടെ മുഴുവൻ കൈലേസായി അത് ഒപ്പിയെടുക്കാൻ അല്ലാഹു തആല ഈ ഉമ്മത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം ഉമ്മത്തിന്റെ കൽബാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത സുൽത്താൻ PMS പൂക്കോയ തങ്ങൾ, അല്ലാഹുവേ അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണമേ തമ്പുരാനെ. ആ തങ്ങളുടെ മുൻപിലേക്കാണ് തമിഴ്നാട്ടുകാരനായ ഒരു പ്രതാപിയായ ഒരു പൗരപ്രമുഖൻ വരുന്നത്. അദ്ദേഹത്തിന്റെ വസ്ത്രം പറയുന്നുണ്ട്. അദ്ദേഹം നീളക്കുപ്പായം ധരിച്ച് തുർക്കി തൊപ്പി ധരിച്ചു വരുന്ന ഒരു ധനാഢ്യൻ ബഹുമാനപ്പെട്ട തങ്ങളുടെ മുൻപിലേക്ക് വന്നിരുന്നു. ഇടയ്ക്കിടെ ദർശനം വാങ്ങാൻ വേണ്ടി വരാറുണ്ട്. അയാളുടെ പ്രയാസങ്ങൾ പറയാറുണ്ട്. അതിന്റെ പരിഹാരം വാങ്ങി അയാൾ പോകാറുണ്ട്. ഒരിക്കൽ വന്നപ്പോൾ അദ്ദേഹം പൂക്കോയ തങ്ങളോട് പറഞ്ഞു അത്രേ, പാപ്പാ നിങ്ങൾ എന്തിനാണ് കഷ്ടപ്പെട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്? നമ്മുടെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് നോക്കിയിട്ട് അന്നത്തെ പാണക്കാട്ടേക്ക് ചിന്തിച്ചാൽ നമുക്ക് ഇങ്ങനെ പറയാം, ഈ ഓണം കേറാമൂലയിൽ എന്തുകൊണ്ട് താങ്കളുടെ ജീവിതം ഇങ്ങനെ ഹോമിക്കുന്നു? അങ്ങ് വരണം, എന്റെ തമിഴ്നാട്ടിലേക്ക് വരണം. അവിടെ എന്റെ സമ്പാദ്യത്തിൽ നിന്ന് 1000 ഏക്കർ ഭൂമിക അങ്ങേക്ക് വേണ്ടി ഞാൻ മാറ്റി വച്ചിട്ടുണ്ട്. അങ്ങ് വന്ന് സുഖമായി അവിടെ ജീവിക്കണം എന്ന് പറഞ്ഞപ്പോ ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾക്ക് അത് ഏറ്റെടുക്കാമായിരുന്നു. പക്ഷേ ആ രാജപ്രതാപിയായ മഹാമനീഷി
ഈ ഉമ്മത്തിന്റെ കൽബാകുന്ന മാണിക്ക കൊട്ടാരത്തിലെ കിരീടം വെക്കാത്ത സുൽത്താൻ പറഞ്ഞ മറുപടി എന്താണെന്നറിയുമോ? അതല്ലേ പ്രിയപ്പെട്ടവരെ പാരമ്പര്യം. ബഹുമാനപ്പെട്ട തങ്ങൾ പറഞ്ഞ മറുപടി ഇപ്രകാരമാണ്: നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എന്നെ ഇവിടെ വന്ന് കാണാനുള്ള സൗകര്യമുണ്ടല്ലോ, പക്ഷെ എന്റെ ജനത നമ്മളത് മറന്നു പോകില്ല. നമ്മൾക്ക് ആ നന്ദിയും കടപ്പാടും മറന്നു പോയിട്ട് എന്ത് ഇസ്സത്താണ് നമുക്ക് പറയാനുള്ളത്? ആ പാരമ്പര്യം ഒന്നും നമ്മൾ ഒരിക്കലും മറന്നു പോകില്ല. ഇത് ഉറച്ച് ഖൽബിൽ ഉറച്ച് നാക്കുകൊണ്ട് ഉറക്കെ പറയുകയാണ്. ആ ത്യാഗങ്ങളൊന്നും മുസ്ലിം ഉമ്മത്ത് മറന്നു പോകില്ല. ആ ബഹുമാനപ്പെട്ട PMS പൂക്കോയ തങ്ങൾ പറഞ്ഞത്, ഞാൻ അവിടെ വന്നാൽ എന്റെ ജനതയ്ക്ക് എന്നെ കാണണമെന്ന് തോന്നിയാൽ അവർക്കത് പ്രയാസമാകില്ലേ എന്ന് കരുതിയിട്ട് ഈ നാട്ടിൽ ജീവിച്ച് നമുക്ക് വേണ്ടി ജീവത്യാഗം ഭരിച്ച മഹാനാണ് PMS പൂക്കോയ തങ്ങൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഈ മഹാപ്രസ്ഥാനത്തെ ഔന്നത്യത്തിന്റെ കൊടുമുടിയിലേറ്റുന്നതിന് വേണ്ടി അഹോരാത്രം പരിശ്രമിച്ചവരുടെ കൂട്ടത്തിൽ പ്രധാനിയായി നമുക്ക് എണ്ണാൻ കഴിയുന്ന സയ്യിദ്. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ടവരും ബാഫഖി തങ്ങളും ഒരു യാത്ര കഴിഞ്ഞ് പുലർച്ചെ സമയത്തേക്ക് പാണക്കാട്ടേക്ക് എത്തി ബഹുമാനപ്പെട്ട തങ്ങൾ അകത്തേക്ക് പോയപ്പോ ബാഫഖി തങ്ങൾ കോലായിൽ കിടക്കുന്ന നേരം അപ്പോഴേക്കൊരു വാഹനം കയറി വന്നു. ആ വാഹനത്തിൽ നിന്ന് ആളുകൾ ഇറങ്ങിയപ്പോ ബാഫഖി തങ്ങൾ സ്നേഹത്തോടെ അവരെ ശകാരിച്ചു. പൂക്കോയ കുട്ടി ഇപ്പൊ വന്ന് കിടന്നിട്ടേ ഉള്ളൂ, കുറച്ച് വിശ്രമം കൊടുക്കണ്ടേ എന്ന് ചോദിച്ചപ്പോഴേക്ക് വാതില് തുറന്ന് അകത്ത് നിന്ന് പൂക്കോയ തങ്ങൾ വന്നിട്ട് ബാഫഖി തങ്ങളോട് പറഞ്ഞത്, തങ്ങളെ, ഈ ശരീരം, ഈ വാഹനം അത് ഇന്ധനമുള്ള കാലത്തല്ലേ ഓടാൻ കഴിയൂ, അത് ഓടുന്ന കാലത്തോളം ഈ സമുദായത്തിന് വേണ്ടി ഓടട്ടെ എന്ന് പറഞ്ഞ PMS പൂക്കോയ തങ്ങളെ മറന്നിട്ട് എന്ത് പാരമ്പര്യമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പറയാനുള്ളത്? അള്ളാഹു അവരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ശിഹാബ് തങ്ങൾ, സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മറക്കാൻ കഴിയുമോ? ഒരിക്കൽ മാസപ്പിറവി ദർശിച്ചത് എന്റെ ജില്ലയായ നീലഗിരിയിലാണ്. ബഹുമാനപ്പെട്ട തങ്ങൾ അവിടെയും ഖാലിയാണ്. ഏതാ കാലം? ചന്ദ്രികാ പത്രത്തിൽ നിന്ന് മാത്രം നമുക്ക് വായിച്ചറിയാൻ കഴിയുന്ന വാർത്തകളുള്ള ഒരു കാലം, ഇന്നത്തെ പോലത്തെ ഒരു സൗകര്യങ്ങളും ഇല്ലാത്ത ഒരു കാലം. തങ്ങൾ ഉറപ്പിച്ചത് മറ്റൊന്ന്, മാസപ്പിറവി ദർശിച്ചത് അവിടെ. ഇത് തങ്ങളോട് വിവരം പറയണം, ഇത് തങ്ങളോട് വിവരം പറയാൻ അവിടുത്തെ പൗരപ്രമുഖനായ ഹാജിയാർ അന്നത്തെ കാലത്ത് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ജീപ്പും എടുത്ത് സഹപ്രവർത്തകരെയും കൂട്ടി അദ്ദേഹം പാണക്കാട്ടേക്ക് വരുന്നുണ്ട്. ഞാൻ അതിന്റെ മസ്അല പറയുകയല്ല. ആ സമയം രാത്രി 1 മണിയാണ്. ഇത് പറയുമ്പോൾ ഹാജി എന്റെ മുൻപിൽ നിന്നുകൊണ്ട് വിതുമ്പുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഇപ്പോഴും കാണുന്നുണ്ട്. അദ്ദേഹം ഹൃദയ ബന്ധം പുലർത്തിയിരുന്ന മഹാനാണ് സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ. അള്ളാഹുരുടെ ദറജ ഉയർത്തി കൊടുക്കട്ടെ. തങ്ങള് 1 മണി സമയത്ത് കടന്നു വരുന്ന നേരത്തും പാണക്കാട്ടെ ആ വാതിൽ, ആ കവാടം മലർക്ക് തുറന്നു കടന്നിരുന്നു എന്ന് മാത്രമല്ല, അതിന്റെ അങ്ങേ അറ്റത്ത് ആ വട്ടമേശക്ക് പുറകിൽ ഈ സാത്വിക വര്യനായ സൂഫി, ഒരു സ്വഹാബിയെ പോലെ നമുക്കിടയിലൂടെ ജീവിച്ചു പോയ മഹാനുഭാവൻ അവിടെ രാത്രി കണ്ണിൽ എണ്ണയൊടിച്ച് ആരെയോ കാത്തു നിൽക്കുന്നത് പോലെ പാതിരാ സമയത്തും അവിടെ കാത്തു നിന്നിരുന്നു. ആ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ കാണുമ്പോ, ആ ചരിത്രം കേൾക്കുമ്പോ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട്. നമ്മളൊക്കെ കരിമ്പടം പുതച്ച് സുഖസുഷുപ്തിയിൽ അണ്ടിരിക്കുന്ന നേരത്തും ഉമ്മത്തിന് വേണ്ടി കണ്ണു തുറന്നിരുന്ന ആ പാണക്കാട്ടെ പൈതൃകവും പാരമ്പര്യവും മറന്നുകൊണ്ട് നമുക്ക് എന്ത് അഭിമാനമാണ് പ്രിയപ്പെട്ടവരെ മുൻപോട്ട് വെക്കാനുള്ളത്? ഈ പാരമ്പര്യം തന്നെയല്ലേ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ മുറുകെ പിടിച്ചത്? ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ സുന്നി യുവന സംഘത്തിന്റെ ഒക്കെ നേതൃസ്ഥാനത്തിരിക്കുന്ന നേരത്തൊക്കെ ആദർശത്തിന്റെ പടവാളായി ഈ ഉമ്മത്തിന്റെ സയ്യിദ് ഉമറും അലിയുമായി വർത്തിച്ച മഹാനുഭാവൻ. ഞാൻ പഠിച്ച സ്ഥാപനം പറഞ്ഞല്ലോ, വെങ്ങപ്പള്ളി ശംസുൽ ഉലമ ഇസ്ലാമിക് അക്കാഡമിയാണ്. അത് കൽപ്പറ്റയാണ്, വയനാട് ജില്ലയിലാണ്. ആ വയനാട് ജില്ലയിൽ സുന്നി മഹല്ല് ഫെഡറേഷന്റെ ആസ്ഥാന മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുത്തപ്പോ ബഹുമാനപ്പെട്ട തങ്ങൾ ഖാദിയാണല്ലോ, തങ്ങളുടെ സ്വാഗത പ്രഭാഷകൻ ഇങ്ങനെ പറഞ്ഞു, പ്രഭാഷണ മധ്യേ അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, നമ്മുടെ ബഹുമാനപ്പെട്ട ഖാദി ഈ ഭാഗത്തു കൂടെ സഞ്ചരിക്കുമ്പോ അദ്ദേഹത്തിന് വിശ്രമിക്കാൻ, ഖാദി ഹൗസിന്റെ പ്രാധാന്യങ്ങളൊക്കെ പറയുന്ന കൂട്ടത്തിൽ ആലങ്കാരികമായി ആ പാമരൻ അങ്ങനെ പറഞ്ഞു പോയി. പക്ഷേ ഉദ്ഘാടനത്തിന് വിളിച്ചപ്പോൾ ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ ഹംദും സ്വലാത്തും കഴിഞ്ഞ് ആദ്യമായി അദ്ദേഹത്തിന്റെ വാക്കിനെ തിരുത്തുകയാണ് ചെയ്തത്. തങ്ങൾ പറഞ്ഞത്, ഖാദിക്ക് വിശ്രമിക്കാൻ വേണ്ടിയിട്ടല്ല ഈ ഖാദി ഹൗസ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്, ഇത് ഉമ്മത്തിന്റെ മസ്അലപരമായ വിഷയങ്ങളിൽ വിധി പറയുന്നതിന് വേണ്ടി വന്നിരിക്കാനാണ് എന്ന് പറഞ്ഞിട്ട് തന്റെ ദൗത്യ നിർവഹണത്തിന്റെ കാര്യഗൗരവം എന്താണെന്ന് സമുദായത്തോട് ഉറക്കെ പറഞ്ഞെന്ന് മാത്രമല്ല,
താൻ പ്രസിഡന്റായ വയനാട് മുട്ടിൽ ഓർഫനേജിന്റെ ജനറൽ ബോഡി യോഗം നടക്കുന്ന വേളയിൽ അതിന്റെ കണക്ക് ബുക്കുകൾ റിപ്പോർട്ടുകളെല്ലാം അവതരിപ്പിച്ചതിന്റെ ശേഷം ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ടൊരു പ്രഭാഷണം നടത്തുമ്പോ വെങ്ങപ്പള്ളി അക്കാഡമിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് ഞാൻ, അതുകൊണ്ടാണ് ആധികാരികമായി പറയുന്നത്. തങ്ങൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് അവിടെ കൂടിയിട്ടുള്ള പൗരപ്രമുഖരോട് പറഞ്ഞ വർത്തമാനം യതീംഖാനയാണ്, എല്ലാവരുടെയും സഹായം വേണമല്ലോ, എല്ലാവരുടെയും സഹകരണം കൊണ്ടാണല്ലോ അത്തരം സ്ഥാപനങ്ങളൊക്കെ മുൻപോട്ട് പോകാറ്. പക്ഷേ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ എന്ന ഈ ഉമ്മത്തിന്റെ ഉരുക്കുകോട്ട എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞത് ബഹുമാനപ്പെട്ട കാളമ്പാടി മുഹമ്മദ് മുസ്ലിയാർ പ്രസിഡന്റും ബഹുമാനപ്പെട്ട ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ ജനറൽ സെക്രട്ടറിയുമായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ അംഗീകരിക്കുന്നവർക്ക് ഇവിടെ ഇരിക്കാം, അല്ലാത്തവർക്ക് പുറത്തു പോകാം എന്ന് പറഞ്ഞിട്ട് ഈ പ്രസ്ഥാനത്തെ കരുത്തുറ്റ പ്രസ്ഥാനത്തിന് ഈടുറ്റ നേതൃത്വം നൽകിയ മഹാനാണ് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. ഓർമ്മയില്ലേ നിങ്ങൾക്ക്? ബഹുമാനപ്പെട്ട അഹമ്മദ് സാഹിബ് അദ്ദേഹം കേന്ദ്ര സഹകാര്യ മന്ത്രിയായി ചുമതല ഏറ്റെടുത്ത് ആദ്യമായി കേരളത്തിലേക്ക് വരുന്ന രംഗം അന്ന് പാണക്കാട് ഒരു കല്യാണം നടക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെ മകൻ മുനവ്വർ അലി ശിഹാബ് തങ്ങളുടെ കല്യാണം നടക്കുന്ന വേളയാണ്. ആ കല്യാണത്തിനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട ഈ അഹമ്മദ് സാഹിബ് വരുന്നു എന്നറിഞ്ഞപ്പോഴേക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകർ സ്വാഭാവികമാണല്ലോ സ്വീകരിക്കാൻ വേണ്ടി ബാൻഡും മേളവും ഒക്കെയായി പാണക്കാട്ട് കല്യാണത്തിന്റെ ആ പടിക്കൽ അവർ അവിടെ വന്ന് നിന്നുകൊണ്ട് ആനയിക്കാൻ കാത്തു നിൽക്കുന്ന നേരം ഉടനെ വന്നു ഉമ്മത്തിന്റെ ഉമറും അലിയുമായ സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ വന്നിട്ട് ഇവരോട് പറഞ്ഞു, എന്താണ് ഇവിടെ പരിപാടി? കൊട്ടുംപാട്ടുമോ? പാണക്കാട്ട് കല്യാണത്തിൽ കൊട്ടുംപാട്ടുമോ? അങ്ങനെയാണ് ജനത വിചാരിക്കുക. നിങ്ങൾ വന്നത് നിങ്ങളുടെ നേതാവിനെ സ്വീകരിക്കാനായിരിക്കും, പക്ഷേ ഇത് പാണക്കാട്ട് കല്യാണത്തിലായിരിക്കും ഈ പേക്കൂത്ത് എന്നെങ്ങാനും ഉമ്മത്ത് തെറ്റിദ്ധരിച്ചാൽ അതിൽ വലിയ ഗൗരവമുണ്ടെന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കാൻ വേണ്ടി പറഞ്ഞ ആദർശ പ്രതിബദ്ധതയുള്ള ഈ ഉമ്മത്തിന്റെ നേതൃത്വമാണ് പാണക്കാട് സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ. അല്ലാഹുവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ആറ്റപ്പൂ സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങളെ പറയാതെ 90-ാം വാർഷിക മഹാസമ്മേളന പ്രഖ്യാപനം നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ആ സമ്മേളനത്തിന്റെ വേദിയിലേക്ക് ബഹുമാനപ്പെട്ട കോട്ടുമല ബാപ്പു മുസ്ലിയാർ എഴുന്നേറ്റ് നിൽക്കുന്നു. ഇതാ ഒരു ചരിത്ര പ്രഖ്യാപനത്തിന് ഈ വേദി സാക്ഷിയാവുകയാണ്. ഈ പരലക്ഷം വരുന്ന ഈ പുരുഷാരത്തെ സാക്ഷിയാക്കി ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ ഇതാ ഒരു പ്രഖ്യാപനം നടത്തുന്നു എന്ന് പറഞ്ഞപ്പോ നമ്മളൊക്കെ കാതോർത്തിരുന്നവരാണ്. അവിടുത്തെ തിരുനാക്കിൽ നിന്നല്ലേ ഉമ്മത്തിന് ബദരീങ്ങളെ തന്ന മജ്ലിസ് നൂറിന്റെ നായകൻ? അവിടുത്തെ തിരുനാക്ക് കൊണ്ടല്ലേ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 100-ാം ഐതിഹാസിക വാർഷിക മഹാസമ്മേളനത്തിന്റെ പ്രഖ്യാപനം നടത്തിയത്. പ്രിയപ്പെട്ടവരെ, ഈ സമ്മേളന പ്രചാരണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വേദികളിൽ പോകാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഇതെന്റെ അവസാനത്തെ വേദിയാണ്. ഇവിടെ വെച്ച് ഞാൻ നിങ്ങളെ സാക്ഷിയാക്കി, അള്ളാഹുവിനെ സാക്ഷിയാക്കി പറയുന്നു, അന്നാറ്റപ്പൂ സയ്യിദ് തങ്ങൾ ഹൈദർ അലി ശിഹാബ് തങ്ങൾ അത് പറഞ്ഞ വേളയിൽ ശ്വാസം ഒരു പക്ഷേ നിലച്ചു പോയിട്ടുണ്ട്, കണ്ണിൽ നിന്ന് കണ്ണുനീറിറ്റ് വീണിട്ടുണ്ട്. ആ സമയം ഒരു ഹംദും സ്വലാത്തും ചൊല്ലിയിട്ട് ഞാൻ എന്റെ കൈകൾ ഉയർത്തിട്ട് എന്റെ റബ്ബിനോട് പറഞ്ഞു, റബ്ബേ, 100-ാം വാർഷിക മഹാസമ്മേളനം സമസ്തയുടേത് പങ്കെടുക്കുന്നതിന് മുൻപ് എന്റെ ആത്മാവിനെ നീ പിടിക്കല്ലേ തമ്പുരാനെ, അതുവരേക്കും നീ ഒന്ന് ആയുസ്സിനെ നീട്ടിത്തരണേ എന്ന് ആ മണലാരണ്യത്തിൽ ഇരുന്ന് കരഞ്ഞു ദുആ ചെയ്തിട്ടുണ്ട്. അങ്ങോട്ട് എത്തുമോ ഇല്ലയോ എന്നറിയില്ല, എന്നാലും അതിന്റെ പടിവാതിൽക്കൽ വരെ സമസ്തയുടെ സമ്മേളന പ്രചാരണവുമായി ബന്ധപ്പെട്ട പല വേദികളിൽ നിങ്ങളെ പോലെയുള്ള സ്വാലിഹീങ്ങൾക്ക് മുൻപിൽ തമിഴ്നാട്ടുകാരനായ നീലഗിരി ജില്ലക്കാരനായ എനിക്ക് എഴുന്നേറ്റ് നിൽക്കാനുള്ള തൗഫീഖ് ഉണ്ടായിട്ടുണ്ട്. അള്ളാഹുവിനെ സ്തുതിക്കുകയാണ്, ബഹുമാനപ്പെട്ട ആറ്റപ്പൂത്തങ്ങൾ അനുസ്മരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദറജ ഉയർത്തി കൊടുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോ പറഞ്ഞു വന്നപ്പോൾ ഓർമ്മയിലേക്ക് വന്നതാണ്. തമിഴ്നാട്ടുകാരനാണെന്ന് പറഞ്ഞല്ലോ, നീലഗിരിക്കാരനാണെന്ന് പറഞ്ഞല്ലോ. നിങ്ങളെ പോലെയുള്ള ഈ കേരളത്തിന്റെ പശ്ചാത്തലമൊന്നുമല്ല ഞങ്ങളുടെ നാട്ടിലുള്ളത്, പലർക്കും അറിയാം. അവിടെയൊന്നും മതപഠനത്തിന് സൗകര്യങ്ങൾ വളരെ കുറവാണ്. ഒരു പക്ഷേ നമ്മുടെ മലപ്പുറത്തോട് ചേർന്ന് നിൽക്കുന്ന നീലഗിരി ആയതുകൊണ്ട് മാത്രം അവിടെ 2 താലൂക്കുകളിലായി കുറഞ്ഞ മദ്രസകളുമായി അള്ളാഹുവിന്റെ ദീന് പഠിക്കാനുള്ള അവസരം ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അൽഹംദുലില്ലാ, അങ്ങനെ ഒരു അവസരത്തിലേക്ക് വന്നപ്പോ തഹിയയുടെ ഫണ്ട് വിനിയോഗിക്കുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം മാറ്റിവെച്ചത് തമിഴ്നാടിന്റെ ഇതര ഭാഗങ്ങളിൽ ജാമിഅ കലിമ ത്വയ്യിബ അക്കാദമി എന്ന് പറയുന്ന മത ഭൗതിക സമന്വയ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയാണ്. അള്ളാഹു നമ്മൾ കൊടുത്തതൊക്കെ സ്വീകരിക്കട്ടെ. അത് പറയാനല്ല,
ആ നാട്ടിൽ നിന്ന് ഇങ്ങനെ കേരളത്തിൽ വന്ന് മലപ്പുറത്തിന്റെ മണ്ണിൽ വന്ന് അള്ളാഹുവിന്റെ ദീനും അള്ളാഹുവിനെ കുറിച്ചും അവിടുത്തെ പ്രവാചകരെ കുറിച്ചും സമസ്തയെ കുറിച്ചും അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ കുറിച്ചും ഒക്കെ പറയാൻ കാരണക്കാരനായ ഒരു മഹാമനീഷിയുണ്ട്. ആ മനുഷ്യനെ പറയാതെ ഞാൻ എന്റെ പ്രസംഗം, ഈ വാർഷിക മഹാസമ്മേളനത്തിന്റെ മുമ്പുള്ള പ്രചാരണ പരിപാടിയിൽ എന്റെ സമാപനം ഞാൻ എങ്ങനെ അവസാനിപ്പിക്കും? ആ മനുഷ്യൻ CH ഹൈദ്രൂസ് മുസ്ലിയാരാണ്. അള്ളാഹു അവിടുത്തെ പരലോക ദറജ ഉയർത്തി കൊടുക്കട്ടെ. സമസ്തക്ക് വേണ്ടി പ്രവർത്തിച്ചാൽ എന്ത് കിട്ടുമെന്ന് അദ്ദേഹത്തിന്റെ ജീവിതത്തിലൂടെ ഒരു ഏട് നിങ്ങൾക്ക് മുൻപിൽ വെച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട CH ഉസ്താദ് സഞ്ചരിക്കുന്ന പ്രബോധകൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുന്ന മഹാനായിരുന്നുവല്ലോ. രാപ്പകലില്ലാതെ അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന് ഓടി നടന്നു, സമസ്തക്ക് വേണ്ടി ഓടി നടന്നു. ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ കാൽനടയായും കിട്ടിയ വാഹനങ്ങൾക്ക് കൈകാട്ടിയും ഒക്കെ കയറി ആ മഹാമനീഷി പള്ളികൾ ഉണ്ടാക്കാൻ, മദ്രസകൾ ഉണ്ടാക്കാൻ, ഉലമാക്കളെ ഉമറാക്കളെ ഒരുമിച്ച് കൂട്ടി ചെയ്ത ത്യാഗത്തിന്റെ ഫലമാണ് നമ്മളൊക്കെ ഇന്ന് അല്ലാഹ് എന്ന് പറയാൻ മാത്രം യോഗ്യരായത്, അള്ളാഹുവിന്റെ ഹബീബിനെ പഠിക്കാൻ കാരണക്കാരായത്. അതിന്റെയൊക്കെ പ്രതിഫലം, അതിന്റെയൊക്കെ സവാബ് അള്ളാഹു അദ്ദേഹത്തിന്റെ ഖബറിടത്തിലേക്ക് എത്തിച്ചു നൽകട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. ആ മനുഷ്യൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷമാണ് വീട്ടിലേക്ക് വരിക. അത്രയും കാലം എവിടെയായിരുന്നു? ഓരോ നാടുകളിൽ കയറി ചെന്ന് സമസ്തക്ക് വേണ്ടി ഖിദ്മ ചെയ്യലായിരുന്നു. ഒരു വെള്ളിയാഴ്ച ദിവസം രാത്രി ബഹുമാനപ്പെട്ട CH ഹൈദ്രൂസ് മുസ്ലിയാർ തന്റെ വീട്ടിലേക്ക് വരുന്ന വഴി അയൽവാസിയുടെ വീടിന്റെ വാതിലിൽ പോയി അദ്ദേഹം മുട്ടുന്നുണ്ട്. വാതിൽ തുറന്ന് ബഹുമാനപ്പെട്ട CH ഉസ്താദിനെ കണ്ട മാത്രയിൽ അയാൾ ഓടി വരുന്നുണ്ട്. ഉസ്താദ് എന്താണ് ഈ രാത്രി സമയത്ത് എന്റെ കുടിലിന്റെ മുൻപിൽ നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോ, മോനെ നിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ 5 രൂപ കടം അത് തിരിച്ചു തരാൻ വേണ്ടി വന്നതാണടാ എന്ന് പറയുമ്പോ അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഉസ്താദെ നേരം വെളുത്തിട്ട് തന്നാ പോരെ, നിങ്ങൾ എന്ന് വീട്ടിൽ നിന്ന് പോയതാണ്, ഈ സമയത്ത് പാതിരാ സമയത്ത് ഇത് തിരിച്ചു തരാൻ വേണ്ടി എന്റെ കുടിലിന്റെ മുൻപിൽ വന്ന് അങ്ങ് കാത്തു നിൽക്കേണ്ടിയിരുന്നോ എന്ന് ചോദിച്ചപ്പോ ഉസ്താദ് പറയുന്നുണ്ട്, അത് കുഴപ്പമില്ലടാ, നാളെ നമ്മൾ ജീവിച്ചിരിക്കുമെന്നതിന് എന്തുറപ്പാണുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ കടം വീട്ടിയിട്ട് നേരെ വീട്ടിലേക്ക് പോയി വാതിൽ മുട്ടി സലാം പറഞ്ഞ് അകത്ത് കയറി അവരുടെ കുശലാന്വേഷണങ്ങളൊക്കെ കഴിഞ്ഞപ്പോ ഭാര്യയോട് CH ഉസ്താദ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, പ്രിയപ്പെട്ടവളെ ഞാനൊരാഗ്രഹം പറഞ്ഞാൽ നീ അത് സാധിപ്പിച്ചു തരുമോ? എന്താണ് നിങ്ങളുടെ ആഗ്രഹം? പറയൂ. ഭാര്യ കാത്തു നിൽക്കുകയാണ് ആഗ്രഹം കേൾക്കാൻ. ബഹുമാനപ്പെട്ട CH ഉസ്താദ് പറഞ്ഞത്, എനിക്ക് മധുരമുള്ള ഒരു ഗ്ലാസ് പായസം കുടിക്കാൻ ആഗ്രഹമുണ്ടടി, നീ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചപ്പോ ഭാര്യ പറയുന്നുണ്ട്, പ്രമേഹമുള്ള മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടന്ന് ഒരു ചിട്ടയും ക്രമവും ഇല്ലാതെ ജീവിതവും മാർഗവുമായി മുൻപോട്ട് പോകുമ്പോ വീട്ടിലേക്ക് വരുമ്പോഴെങ്കിലും ഇതിന്റെയൊക്കെ ഒന്ന് ചിട്ട പാലിക്കണ്ടേ എന്ന് പറഞ്ഞപ്പോ എല്ലാ കാര്യങ്ങളിലും കാർക്കശ്യ നിലപാടുള്ള ബഹുമാനപ്പെട്ട CH ഉസ്താദ് ഭാര്യയോട് പറഞ്ഞു, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇന്നത്തെ രാത്രി എനിക്ക് മധുരമുള്ള ഒരു ഗ്ലാസ് പായസം കുടിച്ചേ മതിയാകൂ എന്ന് പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഭാര്യയെ കൊണ്ട് പായസം ഉണ്ടാക്കി അത് ആസ്വദിച്ചു കുടിച്ചു ബഹുമാനപ്പെട്ട CH ഹൈദ്രൂസ് മുസ്ലിയാർ. അതൊക്കെ കഴിഞ്ഞ് കിടക്കാൻ നേരം ഭാര്യയുടെ കൈ പിടിച്ച് കട്ടിലിൽ ഇരുത്തിയിട്ട് ഞാനൊരു കാര്യം കൂടെ ചോദിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി എന്താണ് നിങ്ങൾക്കറിയേണ്ടതെന്ന് ചോദിക്കുമ്പോ ഭാര്യയോട് പറയുന്നുണ്ട്, എടി അഥവാ ഇന്ന് രാത്രി എങ്ങാനും ഞാൻ മരണപ്പെട്ടു പോയാൽ എന്റെ ജനാസ കാണുന്ന ആദ്യത്തെ വ്യക്തി നീ ആയിരിക്കുമല്ലോ, എന്റെ കൂടെ കിടക്കുന്നവൾ നീയാണല്ലോ, അതുകൊണ്ട് ജനാസ പരിപാലിക്കേണ്ടതിന്റെ പ്രാഥമിക കർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നിനക്കറിയുമോ എന്ന് ചോദിക്കുമ്പോ സാധാരണഗതിയിൽ ഭാര്യ എന്തു പറഞ്ഞിട്ടുണ്ടാകും? ഈ കിടക്കാൻ നേരത്ത് ഉറങ്ങാൻ നേരത്താണോ നിങ്ങൾക്ക് ഇപ്പൊ മരണത്തെ കുറിച്ച് പറയാനുള്ളത് എന്നല്ലേ ചോദിച്ചിട്ടുണ്ടാവുക. എന്നാൽ ഈ ഭാര്യയോട് ഭർത്താവ് CH ഉസ്താദ് മരണാനന്തര കർമ്മങ്ങളുടെ പ്രാഥമിക ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്ത് ആ വെള്ളിയാഴ്ച രാത്രി തന്റെ ഇണയോടൊപ്പം കിടന്നുറങ്ങിയതാണ്. പിറ്റേ ദിവസത്തെ പുലരിയിലേക്ക് അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി സമസ്തക്ക് വേണ്ടി ഖിദ്മത്ത് ചെയ്ത ആ കണ്ണുകൾ പിറ്റേ ദിവസത്തെ പുലർച്ചയിലേക്ക് കണ്ണു തുറന്നിട്ടില്ല. എന്റെ ചോദ്യം ഇതാണ് പ്രിയപ്പെട്ടവരെ, ആരാണ് മഹാനായ CH ഹൈദ്രൂസ് മുസ്ലിയാരോട് പറഞ്ഞത്, ഉസ്താദെ വീട്ടാനുള്ള കടം വീട്ടിക്കോളൂ, അവസാനത്തെ ആഗ്രഹം വല്ലതും ഉണ്ടെങ്കിൽ അത് നിറവേറ്റിക്കോളൂ, നിങ്ങളുടെ മരണം ജനാസ പരിപാലിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുത്തോളൂ എന്നാരാണ് മരണത്തെ മുൻകൂട്ടി പറഞ്ഞു കൊടുത്തത്? ബഹുമാനപ്പെട്ട ഇമാം അബൂ ഹാമിദ് അൽ ഗസ്സാലി തങ്ങൾ തന്റെ ഈ ഹിയയിൽ രേഖപ്പെടുത്തുന്നുണ്ട്, ലൗലാ അന്ന ശയാത്തീന യഹ്മുന അലാ ഖുലൂബി ബനി ആദമ ലനദറു ഇലാ മലകൂതി സമാവാത്. അല്ലാഹുവിന്റെ അടിമകളിൽ ചില ആളുകളുണ്ട്, അവർ ആകാശത്തേക്ക് കണ്ണും നട്ടു നോക്കിയാൽ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ എഴുതി വെച്ച ലൗഹുൽ മഹ്ഫൂദ് നോക്കി വായിക്കാൻ പോലും അല്ലാഹു കഴിവ് കൊടുത്തവർ എന്ന കൂട്ടത്തിലേക്ക് അക്ഷരം തെറ്റാത്ത വിളിക്കാൻ കഴിയുന്ന ഒരു മഹാമനീഷി നമുക്കിടയിലൂടെ ജീവിച്ചു മരണപ്പോയിട്ടുണ്ട്. ആ മനുഷ്യന്റെ സ്മാരകം പോലെ അവിടെ
അവിടുന്ന് നൽകിയ ആ ഒരു ദഅവത്തിന്റെ ഖിദ്മത്തിന്റെ ബാക്കി പത്രം പോലെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മുൻപിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീന് പറയുമ്പോൾ ഞാൻ ഇതിന്റെ വിഹിതങ്ങൾ മുഴുവനും ആ മഹാമനുഷ്യയുടെ ഖബറിലേക്ക് ഹദിയ ചെയ്യുകയാണ്. അള്ളാഹു അവരുടെ ദറജ നീ ഉയർത്തി കൊടുക്കണമേ തമ്പുരാനെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സമസ്തക്ക് വേണ്ടി ചിലവഴിക്കുന്ന നാണയത്തുട്ടുകളും സംസാരങ്ങളും സംഭാഷണങ്ങളും മൗനങ്ങളും എല്ലാം അള്ളാഹുവിന്റെ പക്കൽ സ്വീകാര്യമാണ്. അതിനുവേണ്ടി ചെയ്യുന്ന ധർമ്മങ്ങൾ ഒരിക്കലും വൃഥാവിലാവുകയില്ല എന്ന് ബഹുമാനപ്പെട്ട പൂർവികർ അവരുടെ കർമ്മം കൊണ്ടും മരണം കൊണ്ടും ഒക്കെ നമുക്ക് ബോധ്യപ്പെടുത്തി മുൻപോട്ട് പോയിട്ടുണ്ട്. നമ്മുടെ നേതാവ് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ്. തങ്ങൾക്ക് പിന്നിൽ പാറ പോലെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. ആ മഹാമനുഷ്യക്ക് കീഴിൽ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ തേരോട്ടം നടക്കുന്ന വേളയിൽ പ്രതിസന്ധികൾ ഉണ്ടാകും. ഒരുപാട് നൂലാമാലകളുടെ കൂരിടുക്കിൽ കിടന്നുകൊണ്ട് നമുക്ക് വലിയ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും. അള്ളാഹുവിന്റെ തിരുദൂതർ പറയുന്നുണ്ട്, ഇതെല്ലാം താൽക്കാലിക പ്രതിസന്ധികളാണ്. മരുഭൂമിയിലെ ഒരു ചെടിയോട് ഉമ്മത്തിനെ ഉപമിച്ചുകൊണ്ട് തങ്ങൾ പറയുന്നുണ്ട്, ശക്തമായ കാറ്റ് വടക്ക് നിന്ന് വീശുമ്പോൾ തെക്കോട്ടിങ്ങനെ ചായും, പക്ഷേ കാറ്റ് പോയാൽ ആ ചെടി ഇങ്ങനെ നേരെ നിൽക്കും. തെക്കിൽ നിന്ന് കാറ്റടിച്ചു വീശിയാൽ വടക്കോട്ട് ചായും, പക്ഷേ കാറ്റ് പോയാൽ അത് നേരെ നിൽക്കും. അതാണ് ഇസ്ലാം എന്ന് പറയുന്നുണ്ട്. താൽക്കാലിക പ്രതിസന്ധികളുടെ നൂലാമാലകളൊക്കെ ഉണ്ടാകും, പക്ഷേ അതൊക്കെ തരണം ചെയ്ത് മുൻപോട്ട് പോയാൽ നമ്മുടെ മഹത്തുക്കൾ നേടിയ മരണം, അവർ നേടിയ വിജയം നമുക്കും കൊയ്തെടുക്കാൻ കഴിയും. അതിന് നേതൃത്വം നൽകുന്ന ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ, ബഹുമാനപ്പെട്ടവർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, കോഴിക്കോട് ജില്ലയിലെ കരിഞ്ചോല എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ദിവസം രാത്രിയിലാണ് ഒരു ഉരുൾപൊട്ടൽ ഉണ്ടാകുന്നത്. ഉരുൾപൊട്ടലിൽ ഒരു മലയടിവാരം മുഴുവൻ താഴേക്ക് ഉതിർന്നു പോയ ഒരു സാഹചര്യം ഉണ്ടായി. അന്നത്തെ ദിവസം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, 2016 എന്നാണ് എന്റെ ഓർമ്മ. അന്ന് ഒരുപാട് ആളുകൾ ഈ വിഖായുടെ കൊട്ടിരിക്കുന്ന കുറെ ചെറുപ്പക്കാരില്ലേ, അള്ളാഹുവരെയൊക്കെ നീ സ്വീകരിക്കണമേ തമ്പുരാനെ. അത്തരക്കാരായ ആളുകളൊക്കെ അവിടെ ചേർന്നുകൊണ്ട് ഗവൺമെന്റിന്റെ സന്നാഹങ്ങൾ, അതുപോലെ പലരും സന്നദ്ധ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് അവിടെ സഹായഹസ്തവുമായി പോയ രംഗം. പിറ്റേ ദിവസം ഒരുപാട് നേതാക്കൾ കടന്നു വരുന്ന കൂട്ടത്തിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങളും കുറച്ചാളുകളും അങ്ങോട്ട് കയറി വരുന്നുണ്ട്. അവരെ സമാശ്വസിപ്പിക്കാനാണ്. ഞാൻ കെട്ടുകഥ പറയുകയല്ല, അതിന് സാക്ഷിയായ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. അവരുടെ രേഖ അവർ ദൃക്സാക്ഷികളായി രേഖപ്പെടുത്തിയത് കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഒരാളുടെയും ഫാൻ അല്ല, മറിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് ധീരോദാത്തമായി നേതൃത്വം നൽകുന്നവർക്ക് കീഴിൽ അടിയുറച്ചു നിൽക്കുക എന്ന തൗഫീഖ് കിട്ടിയവരാണ്. ആ വിശ്വാസമാണ് നമ്മളെ ഭരിക്കേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകി നിലനിർത്തി തരട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. തങ്ങൾ പോയി അവരെ സന്ദർശിച്ചു, അവർക്ക് വേണ്ട ആശ്വാസ വചനങ്ങളൊക്കെ പറഞ്ഞു കൊടുത്ത കൂട്ടത്തിലാണ് ഒരാൾ വന്നുകൊണ്ട് സങ്കടം പറയുന്നത്, തങ്ങളെ കൂട്ടത്തിൽ നിന്ന് കുടുംബത്തിൽ നിന്ന് പലരും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്, മരണപ്പെട്ടു പോയിട്ടുണ്ടോ ജീവിച്ചിരിപ്പുണ്ടോ എന്നൊന്നും അറിയില്ല, മയ്യത്തെങ്കിലും കിട്ടിയാൽ ആശ്വാസമായിരുന്നു എന്ന് പറയുന്ന വേളയിലാണ് ആ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ ആളുകളെ കുറിച്ച് പറഞ്ഞ വേളയിൽ ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉലമ ഒരല്പസമയം മൗനം പാലിക്കുന്നുണ്ട്. ഏതാണ് ഈ മൗനം? ഈ മൗനം കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ പോലും കണ്ടവർ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം. വായിച്ചറിഞ്ഞതിന്റെ കൂട്ടത്തിൽ നമ്മളും ആ മൗനം കാണുകയാണ്. ശൈഖുന ശംസുൽ ഉലമാഇ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങളുടെ ആ ഗൗരവം സ്ഫുരിക്കുന്ന മൗനം സയ്യിദുൽ ഉലമയിലും പല സമയങ്ങളിലും നമുക്ക് കാണാൻ കഴിയാറുണ്ട്. അതങ്ങനെ തന്നെ ആവണമല്ലോ. ശൈഖുനാ ശംസുൽ ഉലമയുടെ തർബിയത്തിന്റെ പരിലാളനയിലല്ലേ ഈ ഉമ്മത്തിന് അമരനായകത്വം നൽകുന്നത് സയ്യിദുൽ ഉലമ. ആ മഹാമനീഷി ഒരല്പസമയം ഇങ്ങനെ തല താഴ്ത്തിയിരുന്ന് പിന്നെ തല ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ഒരു ഭാഗത്തേക്ക് കൈവിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ കുടിച്ചോളൂ എന്ന് പറഞ്ഞപ്പോ ആഗതൻ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ നേരത്തെ അവിടെ കുടിച്ചതാണ്, അവിടെ നിന്ന് ചില മയ്യിത്തുകളൊക്കെ കിട്ടിയിട്ടുണ്ട്, ഇനി അവിടെ നിന്നൊന്നും കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞപ്പോ തങ്ങൾ അവിടേക്ക് തന്നെ വിരൽ ചൂണ്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ അവിടെ തന്നെ കുടിച്ചോളിൻ, നിങ്ങൾ അവിടെ തന്നെ കുടിച്ചോളിൻ എന്ന് പറഞ്ഞ അപ്പുറത്തേക്ക് മാറി നിന്ന് ഫാത്തിഹ ഓതി ദുആ ചെയ്തു കൊടുത്തുകൊണ്ട് തങ്ങൾ പോയി. തങ്ങൾക്ക് പിന്നെ PR വർക്കിന്റെ പരിപാടി ഇല്ലല്ലോ, പബ്ലിസിറ്റി കൊടുക്കാൻ ആളുകളില്ലല്ലോ, തങ്ങൾ ഇത് അറിഞ്ഞിട്ട് പോലും ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല. പിന്നീട് ദൃക്സാക്ഷികളാണ് രേഖപ്പെടുത്തുന്നത്. അവിടെ കൂടിയിരുന്ന ആളുകൾ പറയുന്നു, അവിടേക്ക് ഹിറ്റാച്ചി വരുന്നു, സന്നദ്ധ പ്രവർത്തകർ വരുന്നു, തങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഭാഗത്തേക്ക് കുടിക്കുന്നു. ആഴത്തിലേക്ക് കുടിച്ചു പോയപ്പോ ഒന്നല്ല രണ്ടല്ല മൂന്നല്ല 4 മയ്യിത്തുകൾ അവിടെ നിന്നാണ് കണ്ടെടുത്തത്. ആരാണ് ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളോട് ആ മറഞ്ഞു കിടക്കുന്ന ഭാഗത്ത് 4 മയ്യിത്തുകൾ ഉണ്ടെന്ന് പറഞ്ഞു കൊടുത്തത്? നേരത്തെ പറഞ്ഞില്ലേ, ലൗലാ അന്ന ശയാതീന യഹൂമുന അലാ ഖുലൂബി ബനി ആദമ ലനദറു ഇലാ മലകുതി സമാവാത്. അങ്ങനെയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന പ്രസ്ഥാനം ദീർഘവീക്ഷണത്തോടുകൂടെ ബഹുമാനപ്പെട്ട വരക്കൽ മുല്ല
മുല്ലക്കോയത്തങ്ങൾ ദുആ ചെയ്ത ഇമാം മഹ്ദിയിലേക്കുള്ള പ്രയാണ മധ്യയിലെ നമ്മൾ ഉള്ളത്. അങ്ങോട്ട് ഈ കൊടി കൊടുത്തയക്കുമ്പോ, ഈ നേതൃത്വത്തെ കൈമാറുമ്പോ അതിൽ കളങ്കമുണ്ടാകാൻ പാടില്ലല്ലോ, അതിൽ കപടതയുണ്ടാകാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ആദർശത്തിന്റെ കാര്യത്തിൽ ഗൗരവം സ്ഫുരിക്കുന്ന നിലപാടുകളുമായി നമ്മുടെ നേതാക്കൾ മുൻപോട്ട് പോകുന്നത്. സമസ്ത ഉയർത്തിപ്പിടിക്കുന്ന പ്രമേയവും അത് തന്നെയാണ്. ആദർശ വിശുദ്ധി നൂറ്റാണ്ടുകളിലൂടെ, കഴിഞ്ഞ നൂറ്റാണ്ടുകളിൽ മാത്രമല്ല വരാനുള്ള നൂറ്റാണ്ടുകളിലേക്ക് കൂടെ വെളിച്ചം പ്രസരിപ്പിക്കാനുള്ള ദീപശിഖയുമായിട്ടാണ് 100ാം വാർഷിക അന്താരാഷ്ട്ര മഹാസമ്മേളനം നമ്മൾ ആഘോഷിക്കുന്നത്. അതിലേക്ക് ഒരുമിച്ച് നിന്ന് നമുക്കതൊക്കെ വിജയത്തിന്റെ പാതയിലെത്തിക്കാം. ആ ജനലക്ഷങ്ങൾ കൂടുന്ന ദുആയിലേക്ക് നമുക്കൊക്കെ പങ്കെടുക്കാം. നമ്മളൊക്കെ മരണപ്പെട്ടു പോയാൽ, നമുക്കറിയാം നമ്മുടെ കുടുംബത്തിൽ ഒരാൾ മരിച്ചാൽ 1, 3, 7, 14, 15, 40 ഒരു പക്ഷേ ആണ്ട് സമുചിതമായി ഒരു പക്ഷേ നമ്മൾ ആചരിച്ചേക്കാം, ദുആ ചെയ്തേക്കാം. പക്ഷേ സമസ്തയുടെ ഖാദിമിന് കിട്ടുന്ന വലിയ ഗുണം, ഒന്ന്, ഏറ്റവും പ്രധാനപ്പെട്ടത്, എല്ലാ ദിവസവും രാവിലെ എന്താണ് കാപട്യത്തിന്റെ ചതിക്കുഴികൾ എന്ന് പോലും അറിയാത്ത കുഞ്ഞുമക്കൾ അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീന് പഠിക്കാൻ കിതാബുകളുമായി പോയി ബെല്ലടിച്ച് ഫാത്തിഹ ഓതി കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥനയിലെ ഒരു വഴി ഇങ്ങനെയാണ്: അല്ലാഹു മൻസുർ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ അഅ്വാനികളെ, അതിന്റെ സഹായികളെ, സഹകാരികളെ നീ സഹായിക്കണമേ എന്ന് കുഞ്ഞുമക്കൾ ദുആ ചെയ്യുന്ന എല്ലാ ദിവസത്തെയും ദുആ, ഇത് നമ്മുടെ ഖബറിലേക്കുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതോടൊപ്പം പ്രാർത്ഥനാ ദിനം വരുമ്പോ, മുഅല്ലിം ഡേ വരുമ്പോ ഖബർ സിയാറത്തുകൾ നടത്തിയും ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ, ആയിരക്കണക്കിന് 10000കണക്കിന് വരുന്ന സൂറത്തും യാസീനും ഫാത്തിഹയും ഇഖ്ലാസും മുഅ്തനിം ഓതി തഹ്ലീലുകൾ ഇസ്തിഗ്ഫാറുകൾ ചൊല്ലി അത് കിട്ടാനുള്ള സൗഭാഗ്യം സമസ്തക്കാരനല്ലാതെ മറ്റാർക്കാണ് പ്രിയപ്പെട്ടവരെ? അതിലുപരി സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാർഷിക മഹാസമ്മേളനങ്ങൾ എടുത്തു നോക്കൂ. അവിടെ നിന്ന് കിട്ടുന്ന ദുആകൾക്ക് വല്ല കയ്യും കണക്കുമുണ്ടോ? അതിലൊരൊറ്റ ഉദാഹരണം, 90ാം വാർഷിക മഹാസമ്മേളനം ആലപ്പുഴയിൽ നടക്കുന്ന നേരത്ത് ബഹുമാനപ്പെട്ട സയ്യിദുൽ ഉമ്മ ആറ്റപ്പൂ തങ്ങളടക്കമുള്ള മഹത്തുക്കൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് സ്റ്റേജിലേക്ക് വന്നിരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് കാണുന്നുണ്ടാകും. ജനലക്ഷങ്ങൾ അണിനിരന്ന ആ ജമാഅത്ത് കഴിഞ്ഞു, ഫാത്തിഹ വിളിച്ചു, സൂറത്ത് യാസീൻ പാരായണം ചെയ്തു. എണ്ണം ഞാൻ പറയുന്നില്ല, 10-20 ലക്ഷത്തിലധികം വരുന്ന ഫാത്തിഹകളാണ്, യാസീനുകളാണ്, ഇഖ്ലാസുകളാണ്, മുഅവ്വദത്തൈനികളാണ്. എല്ലാം കഴിഞ്ഞ് ദുആ ചെയ്യുന്നതിന് വേണ്ടി ആറ്റപ്പൂ തങ്ങളുടെ മുൻപിലേക്ക് മൈക്ക് വെച്ചു കൊടുത്തപ്പോ ആ സാത്വികനായ വിനയം കൊണ്ട് ഈ ഉമ്മത്തിന്റെ ഹൃദയം ഭരിക്കുന്ന മഹാനായ സയ്യിദുൽ ഉമ്മ ആറ്റപ്പൂ തങ്ങൾ ആ മൈക്ക് നേരെ വലിയുല്ലാഹി വാവാട് കുഞ്ഞിക്കോയ മുസ്ലിയാരുടെ മുൻപിലേക്ക് വെച്ചു കൊടുത്തു. ഉസ്താദാണ് ദുആ ചെയ്തത്. ആ ഓതിയ ഖുർആൻ മുഴുവനും അതിന്റെ സവാബ് മരണപ്പെട്ടു പോയ സമസ്തയുടെ സഹകാരികളുടെ ഖബറുകളിലേക്കാണ് ഹദിയ ചെയ്തത്. ആത്മാർത്ഥമായി കൂടെ നിന്നാൽ സ്വർഗം നേടാൻ ഇതിൽ പരം മാർഗം നമുക്ക് വേറെ അവലംബിക്കേണ്ടതില്ല പ്രിയപ്പെട്ടവരെ. ആ ഈമാനോട് കൂടെ, യഖീനോട് കൂടി ഇൻഷാ അല്ലാഹ് നമ്മൾ കുനിയയിലേക്ക് പോകുന്നു. അല്ലാഹു സ്വീകരിക്കട്ടെ. ഇത്രമേൽ പ്രൗഢമായ നിലയ്ക്ക് ഈ സമ്മേളനം സംഘടിപ്പിച്ച സംഘാടകരെ മുക്തകണ്ഠം അഭിനന്ദിച്ചുകൊണ്ടും നമ്മൾ നമ്മുടെ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മശായിഖുമാർ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മൺമറഞ്ഞതും ജീവിച്ചിരിക്കുന്നവരുമായ ഉലമാക്കൾ, ഉമറാക്കൾ എല്ലാവരെയും അല്ലാഹു സ്വീകരിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട്, സമയം വൈകിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ചുകൊണ്ട്, നിങ്ങളോടൊക്കെ ദുആ വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് താൽക്കാലികമായി വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.